Okay, let's start the session. ഇപ്പോൾ ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സൈക്കോളജീൻ്റെ ആണ് ചെയ്യുന്നത്. HUQP20 എന്നുള്ളതാണ് നമ്മുടെ കോഡ് ഉള്ളത്. 2023 ജൂണിലെ എക്സാമിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. ജൂണിലെന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരിക്കലാണ് നടക്കുക. 2023 ജൂണിലായിരുന്നു നടന്നത്. ഈ തവണ മാർച്ച് 11 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 28ന്റെ ഉള്ളിൽ വരുമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സെഷനിലേക്ക് പോകാം, അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. അതിന്റെ മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ആയിരിക്കും ഇനി ഈ തവണത്തെ എക്സാം എന്ന് നോക്കാം. ഈ തവണത്തെ എക്സാം എന്തായാലും ഫസ്റ്റ് പേപ്പർ, കഴിഞ്ഞ വർഷങ്ങൾ വരെ ഫസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ പേപ്പർ എ പാർട്ടും അതുപോലെ തന്നെ ബി പാർട്ടും, അതായത് എ എല്ലാവർക്കും അറിയാം, മറ്റ് എക്സാമുകളിൽ, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ഉള്ളത് പോലെ തന്നെ 25 ക്വസ്റ്റ്യൻ ജനറൽ നോളജ്, അതുപോലെ മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ് അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വരുന്നതായിരുന്നു ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടായിരിക്കും മെയിൻ പാർട്ടായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിനകത്ത് 75 ക്വസ്റ്റ്യൻ ആണ് മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പോഴും 75 ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇപ്പം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന എല്ലാതും കൂടെ വരുന്ന ജനറൽ വരുന്ന ആ ഒരു പാർട്ട് എന്ത് ചെയ്തു, സൈക്കോളജിയിൽ നിന്നും മറ്റു പല പേപ്പറിൽ നിന്നും എടുത്തു കളഞ്ഞതുപോലെ തന്നെ സൈക്കോളജിയിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പം സമയം വരുന്നത് ഇപ്പം 1 hour അതുപോലെ തന്നെ 45 minutes ആണ്. ടോട്ടൽ 105 മിനിറ്റ് ആണ് വരിക. പിന്നെ യൂഷ്വൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ശരിയാക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് 4 points ഈച്ച് അല്ലെങ്കിൽ 4 marks ഈച്ചും, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആൻസേഴ്സിന് നെഗറ്റീവ് സ്കോറിംഗും ഉണ്ട്. അത് 1 mark ഈച്ചാണ് കുറയുകയും ചെയ്യാം. ഇപ്പം മാക്സിമം മാർക്ക് ഇപ്പം വരുന്നത് 300 ആണ്. ദെൻ 3 ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാമുകൾ വരുന്നുണ്ടാവുക. അതിൽ ഏത് ഷിഫ്റ്റ് ആണോ എന്നുള്ളതൊക്കെ ടൈം ടേബിളിലും കാര്യങ്ങളിലും ഒക്കെ വരുന്നതാണ്. ദെൻ സിലബസ് ഒന്ന് നമ്മൾ നോക്കുമ്പം മെയിൻ ആയിട്ടും ഒരു 13 ഭാഗങ്ങളായിട്ടാണ് നമ്മളെ സിലബസിനെ തിരിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് സമർത്ഥന്റെ പോർട്ടലിൽ അല്ലെങ്കിൽ NTA-യിലൊക്കെ ഇത് അവൈലബിൾ ആണ്, ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സൈക്കോളജിയുടെ ജനറൽ പാർട്സ്, ബ്രാഞ്ചസ്, അതല്ലെങ്കിൽ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ഇത്, സ്കൂൾ ഓഫ് തോട്ട്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നതായിരിക്കും ഇൻട്രൊഡക്ഷൻ. ദെൻ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി എന്ന് പറയുമ്പോൾ കുറച്ച് ഇപ്പം ആൻഷ്യൻ ഗ്രീക്ക് മുതലുള്ള, ആൻഷ്യൻ ഗ്രീക്കിൽ കുറച്ച് പറയുന്നു. ദെൻ നേരെ വൂണ്ടിന്റെ അതുപോലെ ഫ്രൂയിഡിന്റെ ഒക്കെ ഹിസ്റ്ററിയിലേക്ക് വരുന്ന ഒരു ഒരു ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺസ് ഓഫ് സൈക്കോളജി ഒക്കെ വരുന്ന ഒരു ഇച്ചിരി ഇന്ത്യൻ ഹിസ്റ്ററിയും കൂടെ വരുന്ന പാർട്ടായിരിക്കും ഹിസ്റ്ററി ഓഫ് സൈക്കോളജി. സ്കൂൾ ഓഫ് സൈക്കോളജി ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞു. അതന്നെ ആയിട്ടും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു തേർഡ് മൊഡ്യൂൾ അങ്ങനെയാണ് പറയുന്നത്. ദെൻ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോളജിയിൽ കൂടുതൽ ലേണിംഗ്, മെമ്മറി. ലേണിംഗ് അറിയാം, നമുക്ക് തിയറീസ് ഓഫ് ലേണിംഗ് ഉണ്ട്, അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കണ്ടീഷനിങ്, അതിന്റെ ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ്, അങ്ങനെയുള്ള ലേണിംഗ് പാർട്ടുകളൊക്കെ ആയിട്ട് അതിന്റെ തിയറീസ് ഒക്കെ വരുന്നുണ്ട്. മെമ്മറി, ടൈപ്സ് ഓഫ് മെമ്മറീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് മെമ്മറി തിയറീസ്, അതിനകത്തൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെയുള്ള പാർട്ട് വരുന്നതാണ് 5ാമത്തെ മൊഡ്യൂൾ അല്ലെങ്കിൽ 5ാമത്തെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ ഉണ്ട്. സെൻസേഷൻ, നമ്മുടെ 5 സെൻസസ് എങ്ങനെയൊക്കെയാണ്, അതൊക്കെ അതെങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, ഈ പെർസെപ്ഷൻ, ഇല്യൂഷൻ അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് ലോ ഓഫ് പെർസെപ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന അല്ലെങ്കിൽ പെർസെപ്ഷന്റെ ഒക്കെ തിയറീസ്. തിയറീസ് ഓഫ് ഇമോഷൻസ്, അതുപോലെ തിയറീസ് ഒക്കെ വരുന്ന പാർട്ട്. പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷനില് 2 types ഓഫ് മോട്ടിവേഷൻ തിയറീസ്, അതൊക്കെ വരുന്ന പാർട്ടാണ് എന്ത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇന്റലിജൻസ്. ഒരുപാട് ഇന്റലിജൻസ് തിയറീസ് ഉണ്ട്. അതിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്തൊക്കെ പറയുന്ന ട്രൈറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത്, ഒന്നൊന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ഇന്റലിജൻസിനെ കുറിച്ച് കൂടുതൽ നോക്കാം. ദെൻ പേഴ്സണാലിറ്റി, ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഓഫ് പേഴ്സണാലിറ്റീസ് ആണുള്ളത്, അല്ലെങ്കിൽ ടൈപ്പ് എ എങ്ങനെയാണ്, ടൈപ്പ് ബി എങ്ങനെയാണ്, അതല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് പേഴ്സണാലിറ്റീസ് ഏതൊക്കെയാണ് വരുന്നത്, അതിന്റെയൊക്കെ ഏറ്റവും
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇന്റലിജൻസിന്റെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണാലിറ്റിന്റെ. ദെൻ അടുത്തത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. ഏതൊക്കെ അസസ്മെന്റ്സ് ആണ് നടത്തുന്നത്, ഏതൊക്കെയാണ് ഫങ്ഷണൽ അസസ്മെന്റ്, അതല്ലെങ്കിൽ മറ്റ് അസസ്മെന്റുകൾ ഏതൊക്കെയാണ്, ആം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, പേഴ്സണാലിറ്റി അസസ്മെന്റ് അതല്ലെങ്കിൽ ന്യൂറോ കൊഗ്നിറ്റീവ്, അങ്ങനെയുള്ള അസസ്മെന്റ്, ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഏതൊക്കെ ഇതിന്റെയൊക്കെ അണ്ടറിൽ വരുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനെ കുറിച്ച് വരുന്ന ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ഇത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. ഇപ്പം ആഹ് ഇതിലിപ്പോ പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ ഡിഗ്രി സിലബസിലൊക്കെ കവർ ചെയ്തതായിരിക്കും. അതിനൊന്ന് ജസ്റ്റ് പൊടി തട്ടി എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. ലൈഫ് സ്പാൻ ഡെവലപ്മെന്റും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. അതിനകത്ത് തന്നെ എറിക്സന്റെ തിയറി ഉണ്ട്, പിയാഷേന്റെ തിയറി ഉണ്ട്. അങ്ങനെ ഏതൊക്കെ തിയറീസ് ആണ് വരുന്നത്, ഇതിനകത്തൊക്കെ നടക്കുന്ന ഡെവലപ്മെന്റൽ ചേഞ്ചസുകൾ എന്തൊക്കെയാണ്, ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഇതൊക്കെ നടക്കുന്നത്, ഓരോരുത്തരും പറയുന്ന ഏജ് ഗ്രൂപ്പ് എങ്ങനെയാണ് ഒന്നൊന്നിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ദെൻ അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി. അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ടാണ്. അത് എന്ന് പറയുന്നതും നമ്മൾ അബ്നോർമാലിറ്റി, അതിന്റെ ബേസിക് ടെർമിനോളജീസ് ഓഫ് അബ്നോർമാലിറ്റി, പ്രാഗ്നോസിസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതെങ്ങനെ ഒന്നൊന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്, അതെന്നൊക്കെ ക്വസ്റ്റ്യൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ സ്റ്റാറ്റി ഫോർ സൈക്കോളജി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ സൈക്കോളജി എന്ന് പറയുന്നത് റിസർച്ചും. ഈ രണ്ട് പാർട്ടിലും നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന, അതല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ടാണ് എന്ത്, ഈ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും 12 പാർട്ടായിട്ടാണ് സമർ പോർട്ടലിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ സിലബസ് നമുക്ക് തിരിച്ചിട്ടുള്ളത്. ഇത് ഒരു പെരിഫറൽ ഔട്ട്ലുക്ക് മാത്രമാണ്. ഇതിലെ ഓരോന്നിലും ഇന്നർ പാർട്സും കൂടെ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് നമുക്ക് അതിലൂടെ പോകുമ്പോൾ തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പം അതിന് നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ഇപ്പം അസേഷൻ ആൻഡ് റീസണിങ് ആണ്. അസേഷൻ ആൻഡ് റീസണിങ് അല്ല, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഈ രീതിയിലുള്ള അസേഷൻ ആൻഡ് റീസണിങ്, സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ ഉള്ള പ്രോബ്ലംസ് ഒരു 2 വർഷമായിട്ടാണ് കൂടുതൽ കണ്ടു തുടങ്ങിയത്. അതിന്റെ മുന്നത്തെ പേപ്പറുകളിൽ ഇത് വളരെ കുറവാണ്. ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത്രയൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നാലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ചിലപ്പം എന്താ ചില മിസ്റ്റേക്സ് വരാനൊക്കെ സാധ്യതയുള്ള, എന്നാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഇപ്പം ഇപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അബൌട്ട് ഫങ്ഷൻ ഓഫ് സെൻട്രൽ എക്സിക്യൂട്ടീവ് ഓഫ് വർക്കിംഗ് മെമ്മറി ആണ്. അതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദ എബിലിറ്റി ടു കോർഡിനേറ്റ് പെർഫോമൻസ് ഓൺ 2 സെപ്പറേറ്റ് ടാസ്ക് ആൻഡ് ടു സ്വിച്ച് ബിറ്റ്വീൻ ദം. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു യൂസ് റിട്രീവൽ സ്ട്രാറ്റജീസ്. ഈ സ്റ്റേറ്റ്മെന്റ് അസേഷൻ ആൻഡ് റീസണിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റിനകത്താകുമ്പോൾ നമുക്ക് റിലേറ്റഡ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റ് അസേഷനും റീസണും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1ഉം 2 എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിലേറ്റഡ് ആണോ എന്ന് നോക്കണ്ട. അസേഷൻ ആൻഡ് റീസൺ ആകുമ്പോൾ നമ്മൾ റിലേറ്റഡ് ആണോ, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. ഈ സ്റ്റേറ്റ്മെന്റ് 1 and 2 പറയുന്നത് എബിലിറ്റി ടു കോർഡിനേറ്റ് പെർഫോമൻസ് ഓൺ 2 സെപ്പറേറ്റ് ടാസ്ക് ആൻഡ് ടു സ്വിച്ച് ബിറ്റ്വീൻ ദം എന്നും, അതുപോലെ തന്നെ ദ എബിലിറ്റി ടു യൂസ് റിട്രീവൽ. ഇതിനകത്ത് ആസ് യൂഷ്വൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന പോലെ തന്നെ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 ആർ ട്രൂ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 ആർ ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഇങ്ങനെ 4 ഓപ്ഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് നോക്കാം അല്ലെ, എന്താണ് ആൻസർ? യെസ്. അപ്പം എബിലിറ്റി ടു കോർഡിനേറ്റ് പെർഫോമൻസ് ഓൺ 2 സെപ്പറേറ്റ് ടാസ്ക് ആൻഡ് സ്വിച്ച് ഇൻ ബിറ്റ്വീൻ ദം അല്ലെ. അതായത് നമ്മുടെ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡും അതുപോലെ തന്നെ ഫോണോളജിക്കൽ ലൂപ്പും, ഇതിൽ ഈ 2 കാര്യങ്ങളെയും എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഓഫ് വർക്കിംഗ് മെമ്മറിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റിട്രീവൽ എബിലിറ്റി ടു യൂസ് റിട്രീവൽ സ്ട്രാറ്റജീസിനും എന്ത് ചെയ്യുന്നുണ്ട്, അതായത് റിട്രീവൽ സ്ട്രാറ്റജീസിനെ യൂസ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് മെമ്മറിക്ക് കഴിയുന്നുണ്ട്. അപ്പം ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ DSM-5 തന്നിട്ടുണ്ട്, ഒരു ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ശരിയായിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. യൂസ്ഡ് 3 ആക്സിസ് ഫോർ ഡയഗ്നോസിസ് ഓഫ് മെന്റൽ ഡിസോർഡർ, അബാൻഡൻ മൾട്ടി ആക്സിയൽ സിസ്റ്റം എൻറ്റയർലി, യൂസ്
four axes of diagnosis of mental disorder, maintained the same multi-axial system as DSM-4 with some modification എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം നമ്മളിങ്ങനെ ആലോചിക്കുമ്പം DSM അറിയാലോ അല്ലെ, 1952 അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഇറക്കിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്ന് പറയുന്ന DSM-ന്റെ ഇപ്പം നിലവിൽ 5TR ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം അതിലെ 5-ല് വന്നിട്ടുള്ള ഒരു മേജർ ചേഞ്ച് എന്താണെന്നാണ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, നമുക്ക് അറിയുന്ന കാര്യമാണ്. DSM-3 ആണ് 5 ആക്സിയൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് 1980 ഇറങ്ങിയിട്ടുള്ള DSM-3 ആയിരുന്നു 5 ആക്സിയൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഒഴിവാക്കിയതാണ് DSM-5-ലുള്ള ഒരു മേജർ ഡിഫറൻസ്. മറ്റ് എഡിഷനുകളിൽ 5-ലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് അബാൻഡൻഡ് മൾട്ടി ആക്സിയൽ സിസ്റ്റം എന്നുള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് യെസ്, സെക്കൻഡ് അല്ലെങ്കിൽ ബി ഓപ്ഷൻ ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എൻ അസംഷൻ ഓഫ് അറോസൽ തിയറി? ഇപ്പം അസംഷൻ ഓഫ് അറോസൽ തിയറി ആണ് ഈ ക്വസ്റ്റ്യൻ. ഒരു ഇച്ചിരി ട്രിക്കി ആണ്, ബട്ട് സെയിം ടൈം നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഇപ്പം ഹൈ ലെവൽ ഓഫ് അറോസൽ അത് മോസ്റ്റ് ഡിസൈറബിൾ. Then options are high level of arousal are the most desirable. Optimal level of arousal exists for each person. Zero level of arousal is desirable. Optimum level of arousal exists for various activities. ഈ 4 ഓപ്ഷൻ ആണുള്ളത്. അപ്പം ഈ 4 ഓപ്ഷനിനകത്ത് ഏതായിരിക്കും ശരിയായിട്ട് വരാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്താണ് അറോസൽ തിയറി? അറോസൽ തിയറിയിൽ പറയുന്നത് എന്താ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറോസൽ എക്സിസ്റ്റ് ഫോർ ഈച്ച് പേഴ്സൺ എന്നുള്ളതാണ് അറോസൽ തിയറിനകത്ത് പറയുന്നത്. ഇതേ സമയത്ത് നമുക്ക് എന്ത് വരാം, വേരിയസ് ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു ഡൗട്ടും കൂടെ വരാം. പക്ഷേ ഓരോ ആളുകളുടെയും താല്പര്യങ്ങൾ, ഇപ്പം ഒരാള് മൗണ്ടൻ കയറാൻ പോകുന്നത്, ഐ മീൻ ഹൈക്കിങ്ങിന് പോകുന്നത്, അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോകുന്നത്, ഇതൊക്കെ ഓരോരുത്തരുടെയും ഓരോ താല്പര്യങ്ങളാണ്. അതിന്റെ ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറോസൽ ഉണ്ടെങ്കിലാണ് ആൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത്. അപ്പം അറോസൽ ഇൻക്രീസ് ചെയ്താലും അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്താലും എന്ത് ചെയ്യും, നമ്മുടെ ആക്ടിവിറ്റീനെ ബാധിക്കും, അല്ലെങ്കിൽ പെർഫോമൻസിനെ ബാധിക്കും എന്നാണ് പറയാം. അതായത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവിടെ ആങ്സൈറ്റി വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് പെർഫോമൻസിനെ നെഗറ്റീവായി ബാധിക്കും. അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അതെന്ത് ചെയ്യും, പെർഫോമൻസിനെ ഡയറക്റ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറലിസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി. സോ സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയുന്ന പ്രധാനപ്പെട്ട വേർഡ്സ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ വൂണ്ട്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നമുക്ക് സ്ട്രക്ചറലിസം സ്കൂൾ ഓഫ് തോട്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഓർമ്മയിൽ വരേണ്ട ചില വാക്കുകളിൽ ഒന്നാണ് ഇൻട്രോസ്പെക്ഷൻ. സോ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെ യൂസ്ഡ് ഇൻട്രോസ്പെക്ഷൻ ടു അനലൈസ് കോൺഷ്യസ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. സോ മറ്റ് ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. റിലേഡ് ഹെവിലി ഓൺ ദ പ്രോസസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, അത് വരുന്നത് എവല്യൂഷൻ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സോ അതല്ല. വാസ് കൺസേൺഡ് വിത്ത് എക്സ്പീരിയൻസ് ആസ് എ ഹോൾ. എക്സ്പീരിയൻസ് ഹോൾ എന്നുള്ളത് വരുമ്പോൾ തന്നെ ഒരു ജസ്റ്റാൾട്ട് കൈൻഡ് ഓഫ് സംഭവമായി. ദെൻ യൂസ് ഡ്രീം അനാലിസിസ്. ഡ്രീം അനാലിസിസ് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിലാണ് എന്ത് ചെയ്ത് വന്നത്, സൈക്കോ ഡൈനാമിക്സിലൊക്കെയാണ് ഡ്രീം അനാലിസിസ് കൂടുതലായിട്ടും വരുന്നത്. ദെൻ സോ ആൻസർ നോക്കുമ്പോൾ യെസ്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, യൂസ്ഡ് ഇൻട്രോസ്പെക്ഷൻ ടു അനലൈസ് കോൺഷ്യസ് എക്സ്പീരിയൻസ്. ദെൻ നെക്സ്റ്റ് വൺ, ദ മൂൺ ഇല്യൂഷൻ ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ. അപ്പം എന്താണ് മൂൺ ഇല്യൂഷൻ എന്നുള്ളത്? മൂൺ ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ഹൊറിസോണ്ടലി നമ്മൾ കാണുമ്പം മൂണ് കുറെ കൂടെ വലുതായിട്ടും വെർക്കലി നമ്മൾ കാണുമ്പോൾ കുറെ കൂടെ ചെറുതായിട്ടും തോന്നുന്ന ഒരു ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൂൺ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്നാണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഈ തന്നിട്ടുള്ള ഉദാഹരണങ്ങളിൽ എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം ഹൊറിസോണ്ടലി എന്ന് ഞാൻ പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം തേർഡ് ഓപ്ഷൻ ഈസ് ദ ഡെൻസർ അറ്റ്മോസ്ഫിയർ അലോങ് ദ ഹൊറിസോൺ. അതാണോ ഉത്തരം വരിക? നമ്മളെ ഒരു കൺഫ്യൂഷൻ ആക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ഓക്കെ, മൂൺ ഇല്യൂഷൻ ഈസ് റിലേറ്റീവ് സൈസ് ഇല്യൂഷൻ ഓർ സംതിങ്. ദെൻ അതെന്ന് പറയുന്നത് ഹൊറിസോണ്ടലി വരുമ്പോഴും വെർട്ടിക്കലി വരുമ്പോഴുള്ള ചേഞ്ചസ് ആണ് പറയുന്നത്. അപ്പം ഹൊറിസോണിൽ കാണുമ്പോൾ നമ്മൾ ഡയറക്റ്റ് 3ലേക്ക് പോകാണ്ട് ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയ അതൊരു തരം ഡിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് റിലേറ്റീവ്ലി ഡിസ്റ്റൻസ് വരുമ്പോൾ, അതായത് ഹൊറിസോണ്ടലി വരുന്ന സമയത്തും വെർട്ടിക്കലി വരുന്ന സമയത്തും ഉണ്ടാവുന്ന ചേഞ്ച് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരിക.
ദെൻ കൺവേർജൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൺവേർജൻസ് നമുക്കറിയാലോ, ബൈനോക്കുലാർ ഡെപ്ത് ക്യൂവിൽ വരുന്ന നമ്മുടെ ഈ ഐ ഹോളിന്റെ ഉള്ളിൽ കടന്നിട്ട് നമ്മളെ ഐബോൾ ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ നോക്കുന്ന പൊസിഷൻ അനുസരിച്ച് നമ്മുടെ കണ്ണിന്റെ ആംഗിൾ വ്യത്യാസം വരുന്നതിനാണ് നമ്മൾ കൺവേർജൻസ് എന്ന് പറയാം. ദെൻ പെർസെപ്ഷൻ ക്ലോഷർ ഓഫ് എഫക്ട് അറിയാലോ, ഒരു പെർസെപ്ഷൻ തിയറിയിൽ വരുന്ന ഒരു പാർട്ടാണ്. ദെൻ സോ ഓപ്ഷൻ ഫസ്റ്റ് തന്നെയാണ് ഉത്തരം. ദെൻ നെക്സ്റ്റ് വൺ, ദ കീ ആസ്പെക്ട് ഓഫ് തെറാപ്പി ബേസ്ഡ് ഓൺ എക്സിസ്റ്റൻഷ്യലിസം. സോ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമായിരിക്കും ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഫ്രീ ആവുക, അതല്ലെങ്കിൽ ഇൻഡിപെൻഡന്റിന്റെ സ്വന്തം കഴിവുകളിൽ സ്വയം കാപ്പബിലിറ്റീസിൽ വിശ്വസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗമായിരിക്കും എക്സിസ്റ്റൻഷ്യലിസത്തിൽ വരിക. സോ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ കാപ്പബിൾ ആവുക എന്നുള്ളതായിരിക്കും എന്ന് തോന്നുന്നു. മറ്റ് ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് റിസോൾവിങ് അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ് എന്നുള്ളത് എക്സിസ്റ്റൻഷ്യലിസം അല്ല. അതുപോലെ എലിമിനേറ്റിംഗ് സിംറ്റംസ് അതൊരു ഒരു ഒരു ഇത് ഒരു തെറാപ്യൂട്ടിക് പോലെ ആയിപ്പോയി. ദെൻ ഹോളിസ്റ്റിക് അനാലിസിസ് അതും അല്ല. ഒരു മൊത്തത്തിലുള്ള അനാലിസിസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു എല്ലാ മെത്തേഡും എടുത്ത് യൂസ് ചെയ്യുന്നതിന് നമ്മൾ എക്സിസ്റ്റൻഷ്യലിസം എന്നല്ല പറയാ, എക്ലറ്റിക് അപ്രോച്ച് എന്നാണ് പറയാ. സോ അതുമല്ല. സോ ഉത്തരം വരുന്നത് ഓക്കെ, ബിലീവിങ് യു ആർ കാപ്പബിൾ ഓഫ് മേക്കിംഗ് ചോയ്സസ് അബൌട്ട് ഹൂ യു വാണ്ട് ടു ബി, അതാണ് എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ ഇതായിട്ട് വരുന്നത്. ദെൻ Karina, 18-month-old, is preoccupied with pointing at things and asking what they are. Her behavior is characterized by. സോ ഇതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്, മറ്റെല്ലാ ക്വസ്റ്റ്യനിലെയും പോലെ തന്നെ. ആദ്യത്തെ ഓപ്ഷൻ നെയിമിംഗ് എക്സ്പ്ലോഷൻ, ദെൻ പ്രീ ലിംഗ്വിസ്റ്റിക് വൊക്കാബുലറി, ഓവർ ആക്റ്റീവ് ലാബ്, ദെൻ മെറ്റാലിംഗ്വിസ്റ്റിക് അവയർനെസ്. ഇതിനകത്ത് പ്രീ ലിംഗ്വിസ്റ്റിക് വൊക്കാബുലറി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ടൈം പീരിയഡും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ 6 മന്ത്സിലൊക്കെ ഉണ്ടാവുന്ന ലാംഗ്വേജ് ക്വയർ ചെയ്യുന്നതിന്റെ മുന്നേ ഉണ്ടാക്കുന്ന ചില സംസാരിക്കാൻ ശ്രമിക്കുന്നതിനെ അതല്ലെങ്കിൽ സൗണ്ടുകൾ ഉണ്ടാക്കുന്നതിനൊക്കെയാണ് നമ്മൾ എന്താ പറയാ, പ്രീ ലിംഗ്വിസ്റ്റിക് വൊക്കാബുലറി എന്ന് പറയാം. സോ അതറിയാൻ സാധ്യതയില്ല. ദെൻ ഓവർ ആക്റ്റീവ് ലാഡ് എന്നൊക്കെ പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, നമ്മുടെ നോം ചോംസ്കി ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് അതും അല്ല. ദെൻ മെറ്റാ ലിംഗ്വിസ്റ്റിക് അവയർനെസ് പറയുന്നത് നമ്മൾ ഭാഷയിലുള്ള അതിന്റെ റൂൾസ്, അതിന്റെ അർത്ഥങ്ങളെ അതിനെയൊക്കെ മനസ്സിലാക്കുന്ന ഡീപ്പർ ഇതായിട്ട് ഒരു മെറ്റാ അനാലിസിസ് പോലെയുള്ള ഒരു സംഭവമാണ് എന്ത് മെറ്റാ ലിംഗ്വിസ്റ്റിക് അവയർനെസ് എന്ന് പറയുന്നത്. സോ ദെൻ ലാസ്റ്റ് നെയിമിംഗ് എക്സ്പ്ലോഷൻ. ഈ നെയിമിംഗ് എക്സ്പ്ലോഷൻ പറയുന്നത് തന്നെ ഒരു 1.5 വയസ്സിലൊക്കെ ഉണ്ടാകുന്നത്. അതായത് കൂടുതൽ പേരുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് ചെയ്തിട്ട് അതെന്താ ഇതെന്താ എന്നൊക്കെ ചോദിക്കുന്ന സംഭവമാണ് എന്ത്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്ന ഒരു സ്വഭാവം, അത് പഠിക്കാനുള്ള ഒരു ശ്രമമൊക്കെയാണ് എന്ത് നെയിമിംഗ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. സോ അതന്നെയാണ് ഉത്തരം വരേണ്ടത്. സോ ആൻസർ ഈസ് നെയിമിംഗ് എക്സ്പ്ലോഷൻ. ദെൻ ഈ സമയത്ത് അവര് ഏകദേശം 8 വാക്കുകളൊക്കെ പഠിക്കാൻ നോക്കും. അങ്ങനെയൊക്കെയാണ് അറ്റ് എ ഡേ, ഒരു ദിവസം. സോ നെക്സ്റ്റ് വൺ, thumb sucking at the adult stage is a fixation at their stage of psychosexual development given by Freud. ഇപ്പം തം സക്കിങ് അല്ലെ, ഫ്രൂയിഡിന്റെ ഫിക്സേഷൻ എന്താണെന്നൊക്കെ അറിയാലോ. അതായത് ഫ്രൂയിഡിന്റെ ഫിക്സേഷൻ എന്ന് പറയുന്നത് നമ്മള് ഈ പറയുന്ന ഫ്രൂയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്സിനകത്ത് ഏതെങ്കിലും ഒന്നിനകത്ത് ശ്രദ്ധ കിട്ടാണ്ടിരുന്നാലോ അതല്ലെങ്കിൽ ശ്രദ്ധ കൂടിയാലോ ഒക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ്, അതല്ലെങ്കിൽ അതിനകത്ത് വരുന്ന എന്തെങ്കിലും മിസ്മാച്ചസ് നമ്മളെ ഒരു കൈൻഡ് ഓഫ് നോട്ട് എൻ അബ്നോർമൽ ഒരു കൈൻഡ് ഓഫ് അബ്നോർമൽ ബിഹേവിയറിലേക്ക് നയിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും ലേറ്റൻസി സ്റ്റേജിൽ അത്ര ഫിക്സേഷനെ കുറിച്ച് സംസാരിക്കുന്നില്ല, കാരണം ലേറ്റൻസി അറിയാലോ ഒരു ലേറ്റന്റ് ആയിട്ട് കിടക്കുന്നതായിരിക്കും. ബാക്കി 3 സ്റ്റേജുകളിൽ ഇപ്പം അനൽ സ്റ്റേജിൽ ഫിക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്സസീവ് കൈൻഡ് ഓഫ് സംഭവം, അതുപോലെ കൂടുതൽ ശ്രദ്ധ കിട്ടിയവർ ഭയങ്കര റീച്ച് ആവുക, അങ്ങനെയുള്ള അല്ലെങ്കിൽ ടോയ്ലറ്റിക് പീരീഡ് ആണല്ലോ. ഈ ടോയ്ലറ്റ് ട്രെയിനിങ് കുറച്ച് നാശമായി കഴിഞ്ഞാൽ ബിഹേവിയറിൽ വ്യത്യാസം വരിക, മോശമായി കഴിഞ്ഞാൽ റിട്ടേൺ അങ്ങനെയൊക്കെയുള്ള ടേംസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അതിൽ വരുന്ന ഫിക്സേഷൻ, അതാണ് സ്റ്റേജിൽ വരുന്നത്. ഫാമിക് സ്റ്റേജിൽ വരുമ്പോൾ വാനിറ്റി, അതുപോലെ സെൽഫ് ഒബ്സഷൻ, സെക്ഷൽ ഇഷ്യൂസ് അല്ലെങ്കിൽ സെക്ഷൽ ഓറിയന്റേഷൻ ഇഷ്യൂസ്, അതൊക്കെയാണ് എന്തിൽ വരുന്നത്, ഫാമിക് സ്റ്റേജിൽ വരുന്നത്. സോ അതുമല്ല.
സോ പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഇതാണ് ഓറൽ സ്റ്റേജ് ആണ്. അത് മാത്രമല്ല ഓറൽ സ്റ്റേജിലാണ് എന്ത് നമ്മുടെ ഈ ലിബിഡോ എന്ന് പറയുന്നത് മൗത്തുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കുന്നു. അവിടെ ഫിക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തം സക്കിങ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ബിഹേവിയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു ആണ് ഫ്രൂയിഡ് പറയുന്നത്. സോ ഇതില് ഉത്തരം വരുന്നുണ്ടാവുക, സോറി ഇത് അടയാളപ്പെടുത്തിയപ്പം തെറ്റിപ്പോയതാണ്. ആൻസർ എന്ന് പറയുന്നത് ഓറൽ സ്റ്റേജിലാണ്. സോറി. ദെൻ നെക്സ്റ്റ് വൺ dash a or an test compares an individual result on the test with statistically representative sample എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒബ്ജക്റ്റീവ്, റിലയബിൾ, വാലിഡ്, നോൺ റെഫറൻസ്ഡ്. ഇപ്പം ഇതിനകത്ത് ഈ നോൺ റെഫറൻസ്ഡ് എന്നുള്ള ഒരു ടേം ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ അതുമായിട്ട് സിമിലർ ആയ ഒരു ടേം നമ്മൾ കേട്ടിട്ടുണ്ട്, നോൺ റെഫറൻസ്ഡ് എന്നുള്ളത്. ബട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് അക്യുറസി ഓഫ് എ ടെസ്റ്റ്, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആ ഒരു അസസ്മെന്റ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റിലയബിലിറ്റി ഇസ് ദ കൺസിസ്റ്റൻസി ഓഫ് എ റിസർച്ച് ഓർ എ ടെസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് എത്രമാത്രം ഇത് കൺസിസ്റ്റന്റ് ആണ്. ദെൻ സോറി, ഒബ്ജക്ടിവിറ്റി അല്ല അക്യുറസി, വാലിഡിറ്റി ആണ് അക്യുറസി. സോറി, ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്, അതായത് എല്ലായിടത്തും ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുള്ളതാണ്. ദെൻ റിലയബിലിറ്റി, കൺസിസ്റ്റൻസി, വാലിഡിറ്റി എന്ന് പറയുന്നത് അക്യുറസി ഓഫ് എ ടെസ്റ്റ്. ദെൻ നോൺ റെഫറൻസ്ഡ് അല്ലെങ്കിൽ നോൺ റെഫറൻസ്ഡ് എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് തന്നെ ഇവരത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടെസ്റ്റ്. സോ ഇതൊരു ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ an electric nerve impulse that travels through a neuron when it is set off by trigger. Next question. An electric nerve impulse that travels through a neuron when it is set off by a trigger, changing the neuron's charge from negative to positive എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ പറയുന്നത് ഒരു ട്രിഗർ ഉണ്ടാവുമ്പോൾ ന്യൂറോണിന്റെ ചാർജിനെ നെഗറ്റീവ് എന്ന് പോസിറ്റീവ് ആക്കുന്ന കാര്യം ഏതാണ്, താഴെ പറയുന്നതിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. വിച്ച് ഈസ് ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെ. ആക്ഷൻ പൊട്ടൻഷ്യലിലായിരിക്കും എന്തുണ്ടാവുക, ഈ ന്യൂറോണിന്റെ ചാർജ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കുള്ള ഒരു ഒരു ഷിഫ്റ്റ്, ഒരു സഡൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ദെൻ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ സമയത്തൊക്കെ നെഗറ്റീവ് ചാർജിലായിരിക്കും എന്നൊക്കെ ഉള്ളതുകൊണ്ട് സോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ദ ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ, എ ബെൽ ഷേപ്ഡ് കർവ് ഓർ നോർമൽ കർവ് അല്ലെ. നോർമൽ കർവ് ഇത് ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് മീസോകാർട്ടിക്, ലെപ്റ്റോകാർട്ടിക്, പ്ലാറ്റിക്കാർട്ടിക്, സ്ക്യൂഡ് എന്നായിരിക്കണം അവർ ഉദ്ദേശിച്ചത്. സ്ലൂഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിനകത്തും വന്നിട്ടുണ്ട്. സോ സോറി, ഞാൻ ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒന്ന് ബാക്കോട്ടൊക്കെ തന്നെ പോവാണ്. ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമ്പോൾ, സാധാരണ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അത്ര എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വരുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനെ ആൻസർ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് പരിഗണിക്കാണ്ട് വിടുന്നതിനെയാണ് നമ്മൾ ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ, എൻ്റയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു 4 to 5 നമ്പർ ഓഫ് ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. സോ ദെൻ കമ്മിങ് ബാക്ക് ടു ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി. ദെൻ എ ബെൽ ഷേപ്ഡ് കർവ് ഓർ നോർമൽ കർവ് എന്നുള്ളത് ഏത് കർട്ടിക്കാണ്, അല്ലെങ്കിൽ കർട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്, കർട്ടോസിസ്, കുർട്ടോസിസ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതെന്താണെന്ന് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വിച്ച് ഈസ് ദ പീക്ക്ഡ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്താ ഹൈറ്റ് കൂടുകയോ കുറയുകയോ കൂടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കർട്ടോസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനകത്ത് 2 ടൈപ്സ് ഓഫ് കർട്ടോസിസ് ആണുള്ളത്, പ്ലാറ്റിക്കർട്ടിക്കും അതുപോലെ തന്നെ ലെപ്റ്റോകർട്ടിക്കും. ഈ പ്ലാറ്റിക്കർട്ടിക്, ലെപ്റ്റോകർട്ടിക് എന്നുള്ള ഒരിതാണ് നോർമൽ കർവിൽ നിന്നുള്ള വ്യത്യാസങ്ങളെ അടയാളപ്പെടുത്തുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ മീസോകർട്ടിക് എന്ന് പറയുന്നതാണ് എന്ത്, നോർമൽ പ്രോബബിലിറ്റി കർവ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സ്ലൂഡ് അല്ലെങ്കിൽ സ്ക്യൂഡ് എന്ന് പറയുകയാണെങ്കിൽ സ്ക്യൂനെസ് എന്ന് പറയുന്നത് സിമെട്രി ഓഫ് ദി കർവ് എന്നുള്ളതാണ്. സോ അതല്ല ഇതിനകത്ത് വരുന്ന ഓപ്ഷൻ. ദെൻ സോ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ, മീസോകർട്ടിക്. Then next one is Down syndrome is characterized by the presence of an extra dash chromosomes.
സോ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതിന്റെ നമ്പർ കൂടുമ്പോൾ ഉണ്ടാവുന്നതാണെന്നാണ് ചോദ്യം. സോ ഡൗൺ സിൻഡ്രോം ഓപ്ഷൻസ് എന്ന് പറയുന്നത് എക്സ് ക്രോമസോം 21, അതുപോലെ തന്നെ Y23, ഈ 4 ഓപ്ഷൻസ് ആണ്. ഇപ്പം ഡൗൺ സിൻഡ്രോത്തിന്റെ വേറൊരു പേര് ചിലപ്പം അറിയണ്ടാവും അല്ലെ. ഡൗൺ സിൻഡ്രോം ഓൾറെഡി അറിയപ്പെടുന്ന അതല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്, ട്രൈസോമി 21 എന്നുള്ളത് ഒരു മെഡിക്കൽ ടേം ആണ്. സോ ഓഫ് കോഴ്സ് ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, ഐ മീൻ ട്രൈസോമി 21 എന്ന് പറയുമ്പോൾ നോർമലി ഒരാൾക്കുള്ള 46 ക്രോമസോംസ്, അതായത് 23 പെയേഴ്സ് ഓഫ് ക്രോമസോമിനകത്ത് ഇതെന്താവും 47 ക്രോമസോം ആവും. അതായത് 21st ആ ഒരു ജോഡിക്കകത്ത് ഒരെണ്ണം കൂടെ ആഡ് ആവുന്നതിനെയാണ്, അതായത് അപ്പൊ 3 എണ്ണം വരും. അപ്പം അങ്ങനെ വരുന്ന ക്രോമസോമൽ നോമാലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. സോ അതാണ് അതിന്റെ ഉത്തരം. 21st വരുമ്പോൾ ഡൗൺ സിൻഡ്രോം ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലഡിങ് ഇൻ എ മെത്തേഡ് അണ്ടർ ഡാഷ്. അതായത് ഫ്ലഡിങ് എന്ന് പറയുന്നത് താഴെ പറയുന്ന ഏത് കാര്യങ്ങളിൽ, ഐ മീൻ താഴെ പറയുന്ന ഏത് തെറാപ്പീന്റെ അണ്ടറിൽ വരുന്നതാണെന്നാണ് ചോദ്യം. സോ ദർ ഈസ് 4 ഓപ്ഷൻസ്: ബിഹേവിയർ തെറാപ്പി, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഹ്യൂമനിസ്റ്റിക് തെറാപ്പി ആൻഡ് ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പി. ഈ തെറാപ്പി സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാണ്ടാവും. കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലല്ല ഫ്ലഡിങ് വരുന്നത്, ബിഹേവിയർ തെറാപ്പിയിലാണ്. ഹ്യൂമനിസ്റ്റിക് തെറാപ്പിയും അതുപോലെ ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പി എന്ന് പറയുന്നതൊക്കെ എന്താ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഓഫ് തെറാപ്യൂട്ടിക് മെത്തേഡ്സിൽ വരുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡ്സ് ആണ്. സോ ഫ്ലഡിങ് എന്ന് പറയുന്നത് എന്താണ്, ബിഹേവിയർ തെറാപ്പിയാണ്. ദെൻ നെക്സ്റ്റ് വൺ, സം പീപ്പിൾ ഷോ പ്ലഷർ വൈൽ അതർ ആർ ടെറിഫൈഡ് while riding a roller coaster. Dash appraisal trigger these different emotional experience. എന്താണ്, ചില ആളുകൾ ഒരു റോളർ കോസ്റ്ററിൽ കയറുമ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നു, പക്ഷെ അതേ സെയിം ടൈമിൽ അതിനകത്ത് തന്നെ കയറിയിട്ടുള്ള അവരുടെ കൂടെ തന്നെയുള്ള ആള് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പേടിക്കുന്നുണ്ടാവില്ല. അതിൽ ചിലപ്പോൾ കൂളായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇതിന്റെ ഇത് നോക്കുമ്പോൾ ഇതിന്റെ ഏത് ഫാക്ടറാണ് ഇതിനെ അഫക്ട് ചെയ്യുന്നത് നോക്കുമ്പോൾ സോഷ്യലും കൾച്ചറും എന്തായാലും അല്ല. കാരണം ഒരേ സ്ഥലത്തുള്ള ഇവരുടെ കൂടെ തന്നെയുള്ള ആളുകൾ മാറുന്നുണ്ട്. ദെൻ അഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു മൂഡ് റിലേറ്റഡ് ഇമോഷണൽ, അതാണ്. അതുമല്ല അഫക്ട് ചെയ്യുന്നത്, സെയിം ടൈം എന്താണ്, കൊഗ്നിറ്റീവ് ആണ് അല്ലെ. കാരണം എന്താണ്, നമ്മൾ ഒരു റോളർ കോസ്റ്ററിൽ കയറുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഇപ്പം ആലോചിക്കുകയാണ്, അതായത് ഇവിടെ നിന്ന് ഇതിങ്ങനെ മുകൾ പൊന്തിയിട്ട് എന്തെങ്കിലും, ഐ മീൻ റോളർ കോസ്റ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഇത് എന്തെങ്കിലും ആക്സിഡന്റ് ആവോ അതല്ലെങ്കിൽ അങ്ങനെയോ, ഐ മീൻ വീഴുവോ, അങ്ങനെയുള്ള ഓരോരുത്തരുടെയും തോട്ട് പ്രോസസ്സിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അവരുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സുകൾക്ക് അനുസരിച്ചാണ് ഇതിലുള്ള ചേഞ്ചസ് വരുന്നത്. അതേ സെയിം ടൈമിൽ മറ്റേ ആൾ ചിലപ്പം കരുതുന്നുണ്ടാവും ഓക്കെ ഭയങ്കര ത്രില്ലായി, അങ്ങനെയുള്ള ഒരു സംഭവം വരുന്നുണ്ടാവും. സോ അതുകൊണ്ടാണ് എന്ത് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ അതല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഫാക്ടറിൽ വരുന്ന പ്രൈസിൽ വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത്, ചില ആളുകൾ പേടിക്കുന്നതും ചില ആളുകൾ പേടിക്കാത്തതും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ യൂസ് ഒബ്ജക്റ്റീവ് ഇൻട്രോസ്പെക്ഷൻ ടു സ്റ്റഡി ഹ്യൂമൻ പ്രോസസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് സ്കൂൾ ഓഫ് തോട്ടിലെ മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു പേര് തന്നെയാണ് വില്യം മൂണ്ട്. അപ്പൊ സോ ഒബ്ജക്റ്റീവ് ഇൻട്രോസ്പെക്ഷൻ യൂസ് ചെയ്തത് വില്യം മൂണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യനും ഈ പേപ്പറിനകത്തുണ്ട്. ഈ പേപ്പറിൽ വളരെ ഒരു 5 or 6 ഒക്കെ ഭയങ്കര ടഫ് എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ദ മീൻ ഓഫ് എനി ഡിസ്ട്രിബ്യൂഷൻ സ്കോർ കൺവേർട്ടഡ് ടു സെഡ് സ്കോർ ഈസ് ഓൾവേസ് എന്തായിരിക്കും? ദ മീൻ ഓഫ് എനി ഡിസ്ട്രിബ്യൂഷൻ സ്കോർസ് കൺവേർട്ടഡ് ടു, ഐ മീൻ മീൻ അല്ല, ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കോർസ് കൺവേർട്ടഡ് ടു സ്കോർ എന്ന് പറയുന്നത് എന്താണ്, 1 ആയിരിക്കും എപ്പോഴും അല്ലെ. ദ സെയിം ടൈം മീൻ ഓഫ് എനി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സെഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ അത് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ദെൻ വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മീൻ സോറി ആൻസർ ആണ് വന്നത്. ദെൻ ദ പ്രസൻസ് ഓഫ് എംപതി ഇൻ നൈറ്റിംഗേൽ ആൻഡ് ലെസ് ഫോർ പവർ ഇൻ നെപ്പോളിയൻ ആർ എക്സാമ്പിൾ ഓഫ് വിച്ച് ട്രൈറ്റ് എന്നാണ് ചോദ്യം. അതായത് ആ എക്സാമ്പിൾ ഓഫ് ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് സെൻട്രൽ ട്രൈറ്റ്, അതുപോലെ തന്നെ കാർഡിനൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്, ഇങ്ങനെ സോഴ്സ് ട്രൈറ്റ്, ഇങ്ങനെ 4 ട്രൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഒരാളുടെ കോമൺലി ഉള്ള എന്താ ട്രൈറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻട്രൽ ട്രൈറ്റ്. ഇപ്പൊ അയാൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അയാള് പങ്ക്ച്വൽ ആണ്, അങ്ങനെയുള്ള
അങ്ങനെയുള്ള ട്രൈറ്റിനെയാണ് ഹാർഡ് വർക്കിംഗ് ആണെന്നൊക്കെ പറയുന്ന പോലെ ആ പുള്ളി ഒരു ഹാർഡ് വർക്കിംഗ് മെൻ ആണ്, അല്ലെങ്കിൽ ഒരു പുള്ളിക്കാരി ഒരു ഹാർഡ് വർക്കിംഗ് വിമൻ ആണെന്നൊക്കെ പറയുന്ന ആ, ഒരു എക്സാമ്പിൾ, ഒരു കൈൻഡ് ഓഫ് ട്രൈറ്റ്സിനെയാണ് നമ്മൾ സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. കാർഡിനൽ ട്രൈറ്റ്, ഇപ്പം കാർഡിനൽ ട്രൈറ്റിൽ നമ്മൾ എപ്പോഴും എക്സാമ്പിൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗാന്ധിജീന്റെ ട്രൈറ്റ്, ഗാന്ധി അതല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മദർ തെരേസ അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. ഇപ്പം നൈറ്റിംഗേളിനെ എല്ലാവർക്കും അറിയണ്ടാവും തോന്നുന്നു. നൈറ്റിംഗേൾ ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉള്ളത് ഫ്ലോറൻസ് നൈറ്റിംഗേൾ എന്ന് പറയുന്നത് ഈ നഴ്സസ് ഡേ ഒക്കെ ആചരിക്കുന്ന, ഐ മീൻ ഭയങ്കര നഴ്സിംഗ് ജോലിയിൽ വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൾ. അപ്പം നൈറ്റിംഗേളിന്റെ അതുപോലെയുള്ള ഈ ആതുര സേവനം എന്നുള്ളത് ഒരു കാർഡിനൽ ട്രൈറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അല്ലെ അതുപോലെ തന്നെ ലസ്റ്റ് ഫോർ പവർ, നെപ്പോളിയനിലുള്ള ആ ഒരു പവറിനുള്ള ഒരു ലസ്റ്റ് എന്നുള്ളതും, അപ്പൊ അതൊക്കെ ഒരു കാർഡിനൽ ട്രൈറ്റ് ആണ്. ദെൻ സെക്കൻഡറി ട്രൈറ്റ് എന്നൊക്കെ പറയുമ്പം നമ്മൾ ഈ നോർമൽ ഒരു സർക്കംസ്റ്റൻസസ് ഡിമാൻഡിങ് എന്നുള്ളതൊക്കെ വരുന്നതൊക്കെയാണ് സെക്കൻഡറി സോഴ്സ് ട്രൈറ്റ് ഒക്കെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So, which of the following correlation coefficient would be considered as the most strongest one? So, correlation coefficient എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. കോറിലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോറിലേഷൻ അനാലിസിസ് നടത്തുന്നതിനാണ്. സോ ഫൈൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കോറിലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ആൻഡ് കറക്റ്റ്, ഐ മീൻ കോറിലേഷൻ വിൽ ബി ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ പ്ലസ് ഓർ മൈനസ് വൺ, അല്ലെ 0 to പ്ലസ് ഓർ മൈനസ് വണ്ണിന്റെ ഉള്ളിലായിരിക്കും എപ്പോഴും കോറിലേഷൻ ഉണ്ടാവുക. ദെൻ കോറിലേഷന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് എന്തല്ല, ഇതിന്റെ വാല്യൂനെ അല്ല അളക്കുന്നത്, അതല്ലെങ്കിൽ അതിന്റെ വാല്യൂനെ അല്ല മനസ്സിലാക്കുന്നത്, പകരം ഡയറക്ഷൻ ഓഫ് ദ കോറിലേഷനെയാണ് ഈ പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ പ്ലസ് ഓർ മൈനസ് എന്ന് വന്നു കഴിഞ്ഞാലും ഇവിടെ ഇപ്പൊ +0.80 ഉണ്ട്, അതുപോലെ തന്നെ -0.75 ഉണ്ട്, +0.79 ഉണ്ട്, -0.88, ഇങ്ങനെ 4 വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. ഇതിനകത്ത് സ്വാഭാവികമായിട്ടും രണ്ട് ഡൗട്ടുകളാണ് നമുക്ക് വരിക. 0.80 അതുപോലെ -0.88. ഈ രണ്ടിലും എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിനകത്ത് നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എന്താ, നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് വാല്യൂനെ അല്ല, പകരം എന്താണ്, ഡയറക്ഷൻ ഓഫ് ദി കോറിലേഷനെയാണ് മനസ്സിലാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ വാല്യൂ അതല്ലെങ്കിൽ സ്ട്രോങ്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, 0.88 ആണ്. ഇനി സ്ട്രോങ്സ്റ്റും അതുപോലെ തന്നെ വീക്കസ്റ്റും ചോദിക്കാം. സ്ട്രോങ്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണിനോട് അടുക്കും തോറുമാണ് എന്ത് പറയുന്നത്, സ്ട്രോങ്സ്റ്റ് കോറിലേഷൻ, ഏതൊരു ഇറ്റ് ഈസ് ലൈക്ക് -1 ഓർ +1. ബട്ട് സീറോയിലേക്ക് അടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ, വീക്കസ്റ്റ് കോറിലേഷൻ എന്ന് പറയാം. വീക്കസ്റ്റ് കോറിലേഷൻ ആണെങ്കിൽ എന്തായിരിക്കും, സീറോനോട് ഇതിനകത്ത് ഏറ്റവും വീക്കസ്റ്റ് കോറിലേഷൻ ഏതാണ്, 0.75 ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വണ്ണിനോട് അടുക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഇതിനകത്താണ്, സ്ട്രോങ്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 0.88 ആണ്. ഓക്കെ, ദെൻ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. Rohit has constant worry about his health. He has met numerous doctors for ruling out serious disease, only to be reassured of his well-being. Each small ailment exacerbate his worries. He considered them to indication of major illness. Which disorder does he suffer? അതായത് പുള്ളിക്ക് എന്തുണ്ട്, സ്മോൾ പ്രശ്നങ്ങളല്ലോ, അതായത് സ്നീസിങ്, ഫീവർ, ഹെഡ് ഏക്ക് ഒക്കെ ഉള്ളു. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിയുടെ എക്സാബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒന്ന് ത്വരിതപ്പെടുത്തുക എന്നൊക്കെ പറയില്ല. അതായത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുള്ളിയുടെ വെറീസിനെ ഭയങ്കര വേഗത്തിലാക്കുന്നുണ്ട്. ഹി കൺസിഡേർഡ് ദം ടു ഇൻഡിക്കേഷൻ ഓഫ് മേജർ ഇൽനെസ്. പുള്ളി എന്തായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്, ഒരു മേജർ ഇൽനെസ്സിനുള്ള ഒരു ഇൻഡിക്കേഷൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ വെൻ വി ആർ ഗോയിങ് ത്രൂ ദ ഓപ്ഷൻസ്, സൊമാറ്റൈസേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. സൊമാറ്റൈസേഷൻ ഡിസോർഡർ എന്താണ്, എക്സ്പ്രഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡർ ആസ് എ ഫിസിക്കൽ പ്രോബ്ലം, അല്ലെ. അതായത് ഇപ്പം ഒരു 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 ഹോസ്പിറ്റലിൽ പോവാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇഷ്യൂ ആയിട്ട്, ബട്ട് സെയിം ടൈം എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ഒരു ഇഷ്യൂവും കാണുന്നില്ല. അപ്പം അവിടുന്ന് എന്ത് ചെയ്യും, ഫിസിഷ്യൻ ഇത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിലേക്ക് റെഫർ ചെയ്യും. ബിക്കോസ് എന്ത് ചെയ്യുന്നില്ല, ഇത് റൂൾ ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല, ഒരു പ്രശ്നവുമില്ല, ബട്ട് പേഷ്യന്റ് ഈസ് സ്റ്റിൽ എന്ത് ചെയ്യാണ്, ഓരോന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ്, സൊമാറ്റൈസേഷൻ ഡിസോർഡർ. പിന്നെ അതുപോലെ തന്നെ
ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ, നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ഔട്ട്ലുക്കിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുന്നതാണ് എന്ത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. കൺവേർഷൻ ഡിസോർഡർ എന്ത് ചെയ്യും, അഫക്ട് സെൻസറി അല്ലെങ്കിൽ മോട്ടോർ ഫങ്ഷൻസിനൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളായിട്ട് അത് വരും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇത് ഹൈപ്പോകോൺഡ്രിയാസിസ്. ഇവിടെ എന്താണ്, ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഹൈപ്പോകോൺഡ്രിയാസിസ് ആണ്. അതായത് എന്താണ്, ചെറിയ പ്രശ്നത്തിനെ തന്നെ വലിയ പ്രശ്നമായിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെ നമ്മുടെ ആൻസൈറ്റീനെ കൂട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസോർഡർ ആണ് ഇത് ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കുന്ന സമയത്ത് എ നെഗറ്റീവ് കോറിലേഷൻ ഒക്കേഴ്സ് വെൻ ഡാഷ് സ്കോർസ് on one variable are associated with dash scores on second variable. So negative correlation definition ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു വാട്ട് ഈസ് നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് പോസിറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞു ഈ സൈനിന് വലിയ വാല്യൂ ഇല്ല, ബട്ട് സൈൻ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ഷൻ ഓഫ് ദ കോറിലേഷൻ ആണ് കാണിക്കുന്നത്. എന്താണ് അപ്പൊ നെഗറ്റീവ് കോറിലേഷനും എന്താണ് പോസിറ്റീവ് കോറിലേഷനും നോക്കാം. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതേ ഡയറക്ഷനിലല്ലാതെ, അതായത് ഇപ്പം ഞാൻ ഒരു വേരിയബിളിൽ ഒരു ചേഞ്ച് വരുത്തുന്നത്, സോറി കോറിലേഷണൽ സ്റ്റഡി ആകുമ്പോൾ നമ്മൾ ചേഞ്ച് വരുത്തില്ല, ബട്ട് ഒരു വേരിയബിളിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം ആ വേരിയബിളിനെ അതുപോലെ തന്നെ മറ്റേ വേരിയബിളിനെ അതുപോലെ തന്നെ അതേ സെയിം ഡയറക്ഷനിൽ ബാധിക്കാൻ പറ്റും. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹവേഴ്സ്, അതായത് എത്ര മണിക്കൂർ പഠിക്കുന്നു അത് കുട്ടിയുടെ പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട് അല്ലെ. അവിടെ ഒരു ഒരു എത്ര മണിക്കൂർ നല്ല പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യും, പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താ ഈ നമ്പർ ഓഫ് അവേഴ്സിന്റെ ഇൻക്രീസ് എന്ത് ചെയ്യും, പെർഫോമൻസിലും ഇൻക്രീസ് ചെയ്യും. ബട്ട് ഇപ്പം വേറൊരു കാര്യം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫുഡ് എടുക്കുന്നു അത്ര ഒരാളുടെ സോറി ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്ര ഓടുന്നു അതിനനുസരിച്ച് നമ്മുടെ ഷുഗർ ലെവലിൽ ഡിക്രീസ് ഉണ്ടാവുന്ന വരുന്നത്. എത്ര നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, എത്ര ഹവേഴ്സ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, അത് നമ്മൾ ഷുഗർ ലെവലിനെ ഈ എത്ര എക്സസൈസ് ചെയ്യുന്നു അത് നമ്മൾ ഷുഗർ ലെവലിൽ ഡിക്രീസ് ചെയ്യുന്നു. സോ ഹവേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇൻക്രീസ്, ഹവേഴ്സ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷുഗർ ലെവൽ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് എന്ത് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ ഇവിടെ എന്ത് വേണം, നെഗറ്റീവ് കോറിലേഷൻ എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിൾ കുറയുകയോ അതല്ലെങ്കിൽ ഒരു വേരിയബിൾ കുറയുമ്പോൾ മറ്റേ വേരിയബിൾ എന്ത് ചെയ്യണം, കൂടുകയോ ചെയ്യണം. ഇവിടെയുള്ള ഓപ്ഷൻസ് നോക്കിയേ, ഹയർ ആൻഡ് ഹയർ എന്തായാലും അല്ല. അപ്പൊ എന്താവും, അത് പോസിറ്റീവ് കോറിലേഷൻ ആവും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഹയർ ആൻഡ് ലോവർ അല്ലെ. ഹയർ ആൻഡ് ലോവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, നെഗറ്റീവ് കോറിലേഷൻ. സോ ഇവിടെ എന്താണ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹയർ ആൻഡ് ഈക്വൽ, അങ്ങനെ ഒന്നില്ല. ലോവർ ആൻഡ് ഈക്വൽ എന്നുള്ളത് എന്തില്ല, കോറിലേഷനകത്ത് ഇല്ല. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് താഴെ പറയുന്ന മെത്തേഡാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്താ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഏതൊക്കെയാണെന്നുള്ള ഒരു ഡൗട്ട് വരും. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്, അതുപോലെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇങ്ങനെ 4 സാമ്പിളിംഗ് ആണ് എന്തിനകത്ത് വരുന്നത്, പ്രോബബിലിറ്റി സാമ്പിളിംഗിനകത്ത് വരുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എനി വൺ ഓഫ് ദ പോപ്പുലേഷൻ എന്ത് ചെയ്യാൻ കഴിയും, സാമ്പിൾ നമ്മുടെ സബ്സെറ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള സാമ്പിൾ ഗ്രൂപ്പിലേക്ക് വരാൻ കഴിയും. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നോൺ പ്രോബബിലിറ്റിയിൽ എന്താണ്, ആർക്കും അങ്ങനെ വരാൻ കഴിയൂല. അതിനകത്ത് വരുന്ന ടൈപ്പുകളാണ് കൺവീനിയന്റ്, ആർക്കും മീൻസ് അങ്ങനെ എനി വണ്ണിന് വരാൻ കഴിയില്ല. എന്ത് ചെയ്യാനേ കഴിയുള്ളൂ, നമ്മുടെ റിസർച്ചർ ചൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ ചില മെത്തേഡുകൾ പറയുന്നുണ്ട്, കൺവീനിയന്റ്, അതുപോലെ പർപ്പസ്, സ്നോബോൾ, കോട്ട സാമ്പിളിംഗ്, അതൊക്കെയാണ് എന്തിൽ വരുന്നത്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് വരുന്നത്. ഇപ്പം ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞു എന്താ പർപ്പസീവ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആണ്. സ്നോബോൾ ഒരു നോൺ പ്രോബബിലിറ്റി ആണ്. അതുപോലെ ഇൻസിഡന്റൽ എന്ന് പറയുന്നത് ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു കൺവീനിയന്റ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് എന്ത് ഇൻസിഡന്റൽ എന്ന് പറയുന്നത്. ബട്ട് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നാണ് എന്ത് പറയുന്നത്, നമ്മൾ ക്ലസ്റ്ററുകളാക്കിയിട്ട് അതിന്ന് ഒരു ക്ലസ്റ്ററിനെ എടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഡാറ്റ കളക്ഷനെയാണ് അല്ലെങ്കിൽ സബ്ജക്റ്റിനെ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് സാമ്പിളിംഗ് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഡാറ്റ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പർപ്പസീവ് സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഉദാഹരണം എനിക്ക് അഡിക്സിൽ ഒരു സ്റ്റഡി നടത്തണം, അതായത് അഡിക്റ്റഡ് ആയ ആളുകൾ, എനിക്ക് അഡിക്റ്റ് ആയ 1 or 2 പേരെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു
ഒരു അഡിക്റ്റഡ് ആയ ആളില് ഞാൻ എന്ത് ചെയ്യുന്ന ആ സ്റ്റഡി നടത്തുന്നത്. എന്നിട്ട് പുള്ളിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള ഫ്രണ്ട്സിനോ ആരെങ്കിലും ഒക്കെ ഒന്ന് നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തി തരണം, അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ എടുക്കാൻ ഹെൽപ്പ് ആക്കണം എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ പുള്ളി ഒരു രണ്ടോ മൂന്നോ പേരെ പറയുന്നു, പിന്നെ ആ മൂന്ന് പേര് നമ്മൾ വേറെ അടുത്ത ആളിലേക്ക് പോകുന്നു. അങ്ങനെ അങ്ങനെ ഒരു സ്നോബോൾ സാമ്പിളിംഗ് ആണ് അത്. ദെൻ ഇൻസിഡന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ പർപ്പസീവ് അല്ലെങ്കിൽ ഒരു കൺവീനിയന്റ് കൈൻഡ് ഓഫ് സാമ്പിളിങ്ങിനെയാണ് പറയുന്നത്. ഇപ്പൊ ഇത്രയാണ് ഉദാഹരണം. Next one, color blindness is caused by defective dash in the dash of eye. സോ ഇവിടെ ഒരു ഡൗട്ട് വരും. കളർ ബ്ലൈൻഡ്നെസിന്റെ കാരണങ്ങളാണ് ശരിക്കും ചോദിക്കുന്നത്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർക്ക് എത്താൻ പറ്റുന്ന ഓപ്ഷൻ ആണുള്ളത്. അതായത് ഡാഷ് ഇൻ ദ ഡാഷ് ഓഫ് ഐ എന്നാണ് പറഞ്ഞത്. അപ്പം ഐറിസ് റെറ്റിന, അതുപോലെ ഐറിസ് കോർണിയ, അതുപോലെ എന്താ ബ്ലഡ് വെസൽസ് പ്യൂപ്പിൾ, കോൺസ് റെറ്റിന, അല്ലെ? എന്താണ് നമ്മുടെ കളർ വിഷന് സഹായിക്കുന്നത്? നമ്മുടെ റെറ്റിനയിലുള്ള കോണുകളാണ് നമുക്ക് കളർ വിഷൻ പോസിബിൾ ആക്കുന്നത്. അപ്പം കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകളിൽ ഏത് പാർട്ടായിരിക്കും ഡിഫക്റ്റഡ് ആയിട്ട് ഉണ്ടാവുക? ഓഫ്കോഴ്സ് കോൺസ് ആയിരിക്കും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഫോർത്ത് ഓപ്ഷൻ കോൺസ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഡാഷ് ഈസ് എ ഫോം ഓഫ് കണ്ടീഷനിങ് in which the onset of conditioned stimulus CS precedes the onset of unconditioned stimulus UCS, and the presentation of the CS and UCS does not overlap. ഇത് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷനിങ്ങിൽ വരുന്ന ഒരു പാർട്ടാണ്. ഈ പാർട്ടിൽ ഭൂരിഭാഗം എക്സാമുകൾക്കും എന്തുണ്ടാകും? അതായത് മെജോറിറ്റി മോസ്റ്റ്ലി എല്ലാ എക്സാമുകൾക്കും എന്തുണ്ടാവും? ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ പാർട്ട് എന്തായാലും നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ആ നോക്കുന്ന സമയം വെറുതെ ആവില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിലേ കണ്ടീഷനിങ്, സൈമൾട്ടേനിയസ് കണ്ടീഷനിങ്. സെക്കൻഡ് ഓപ്ഷൻ ട്രേസ് കണ്ടീഷനിങ്, ബാക്ക്വേർഡ് കണ്ടീഷനിങ്. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് കണ്ടീഷനിങ് ആ വരുന്നത്. കാരണം എന്താ, വിച്ച് ഓൺസെറ്റ് ഓഫ് ദി കണ്ടീഷൻ സ്റ്റിമുലസ് പ്രിസീഡ് ഓൺസെറ്റ് ഓഫ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ്. സോ എന്താണ്, ഫോർവേഡ് കണ്ടീഷനിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഇപ്പൊ ഈ താഴെ പറയുന്നതിൽ രണ്ട് ഫോർവേഡ് കണ്ടീഷനിങ് ആണുള്ളത്. ഒന്ന് ഡിലേ കണ്ടീഷനിങ്, പ്രൈസ് കണ്ടീഷനിങ്. അതിനകത്ത് ഡസ് നോട്ട് ഓവർലാപ്പ് എന്ന് പറയുന്നുണ്ട്. ഡിലേ കണ്ടീഷനിൽ എന്തുണ്ടാവാം? ഓവർലാപ്പ് ചെയ്യാം. പ്രൈസ് കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നില്ല? ഓവർലാപ്പ് ചെയ്യുന്നില്ല. സോ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് കണ്ടീഷനിങ് ആണ്. ദെൻ trace condition. Then next one, a researcher wants to test if there is a significant difference between achievement scores of 8th grade students in mathematics before and after 2 months of instruction. Which of the following tests will be most appropriate to use? ഏത് ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യാം? സോ ഇവിടെ എന്തുണ്ട്? പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തേക്ക് എത്താം. Chi സ്ക്വയർ എന്ന് പറയുന്നത് കാറ്റഗറിക്കൽ യൂസ് ചെയ്യുമ്പോഴാണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ ടെസ്റ്റിന്റെ ബിറ്റ്വീൻ ചെയ്യുമ്പോൾ തന്നെയാണ്. ബട്ട് ഇവിടെ ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഏത് ടി ടെസ്റ്റിലാണ് യൂസ് ചെയ്യുക? ഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റിലാണ് എന്ത് ചെയ്യുക? ബിഫോർ ആൻഡ് ആഫ്റ്റർ ടി ടെസ്റ്റ്, അല്ലെങ്കിൽ പെയർ ടി ടെസ്റ്റ് എന്നൊരു പേരും കൂടെ ഉണ്ട്. അപ്പൊ അതിനകത്താണ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ദെൻ പിയേഴ്സൺ കോറിലേഷൻ എന്ന് പറയുന്നത് കോറിലേഷനെ അളക്കുന്നതിനാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. സോ അടുത്തത്, ന്യൂറോൺസ് ക്യാരി മെസ്സേജസ്, ഡാഷ് ന്യൂറോൺസ് ക്യാരി മെസ്സേജസ് ഫ്രം സെൻസ് ടു സ്പൈനൽ കോഡ്, ഡാഷ് ന്യൂറോൺസ് ക്യാരീസ് മെസ്സേജ് ഫ്രം സ്പൈനൽ കോഡ് ടു ന്യൂക്ലിയസ് ഗ്ലാൻസ് ആണോ? ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, സോറി, മസിൽ ഗ്ലാൻസ്. എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ തോന്നുന്നു. ഓക്കെ, സോ ഇതിനകത്ത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അഫ്രന്റ് ഇഫ്രന്റ്, ഇഫ്രന്റ് അഫ്രന്റ്, ഇഫ്രന്റ് ഇന്റർ, ഇന്റർ അഫ്രന്റ്. അപ്പം ഇന്റർ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാലോ. ഇപ്പം ഈ ആർക്കിലൊക്കെ വരുന്ന ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത് ഈ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാണ്ട് ഇതിന്ന് ഒന്നിൽ നിന്നും മറ്റതിലേക്ക് പാസ് ചെയ്യുന്നതാണ് അഫ്രന്റിന്റെയും ഇഫ്രന്റിന്റെയും അല്ലെങ്കിൽ സെൻസറിന്റെയും മോട്ടോർ ന്യൂറോണിന്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ന്യൂറോണിനെയാണ് നമ്മൾ ഇന്റർ ന്യൂറോൺ എന്നൊക്കെ പറയുന്നത്. ദെൻ അഫ്രന്റ് ഡിഫറെന്റ് ആണ്. അപ്പം ഓപ്ഷൻ ഉണ്ടാവാം. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. ഈ മസിൽസ് നിന്ന് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോണിനെയും അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിനെയും എന്താണ് പറയുക എന്നുള്ളത്. അപ്പം ഇവിടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സെൻസ് ടു സ്പൈനൽ കോഡാണ്. സെൻസ് ഓർഗൻ നിന്ന് സ്പൈനൽ കോഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. അതായത്
അഫ്രണ്ട് അവിടേക്ക് അല്ലെ, അതായത് നമ്മുടെ സെൻസറി ഓർഗനിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിനാണ് എന്ത് അഫ്രന്റ് ന്യൂറോൺ എന്ന് പറയാം. ദെൻ എന്ത് ഇഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അല്ലെ, സ്പൈനൽ കോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനാണ് എന്ത് എന്ന് പറയാ, നമ്മുടെ ഇഫ്രന്റ് ന്യൂറോൺ എന്ന് പറയാം. സോ ദ ആൻസർ ഈസ് അഫ്രന്റ് ഇഫ്രന്റ് അല്ലെ. Different neurons carry messages from sense to spinal cord. Different neurons carry message from spinal cord to muscles and glands. Okay. Then next question. നമ്മള് സ്റ്റേറ്റ്മെന്റ് ആണ്. അസോസിയേഷൻ അഗ്നോസിയ പേഷ്യൻസ് cannot readily name the objects they have seen or drawn. Then the second statement എന്ന് പറയുന്നത് prosopagnosia patients may not recognize faces of known people, even photographs of their own face. നമുക്ക് നോക്കി നോക്കാം. അസോസിയേഷൻ അഗ്നോസിയും അതുപോലെ തന്നെ പ്രോസോപാഗ്നോസിയും എന്താണെന്നുള്ളത്. അതായത് അസോസിയേഷൻ ഓഫ് അഗ്നോസിയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോ ഒരു ഒബ്ജക്ട്സ് വരക്കാനൊക്കെ പറഞ്ഞു, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാക്ട്ലി കോപ്പി ചെയ്യാൻ കഴിയും. ബട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ഈവൻ നമുക്ക് മുന്നേ അറിയുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് അത് നെയിം ചെയ്യാൻ കഴിയാത്ത ഒരു കണ്ടീഷനെയാണ് അസോസിയേഷൻ അഗ്നോസിയ എന്ന് പറയുന്നത്. പ്രോസോപാഗ്നോസിയ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഫേസിനെയും ഒരേപോലെയാണ് നമുക്ക് തോന്നുക. ഈവൻ നമ്മുടെ തന്നെ ഫോട്ടോഗ്രാഫിനെയും എന്തായിട്ടാണ് തോന്നുക, ഒരേപോലെ ആയിട്ടാണ് തോന്നുക. സോ ദ സ്റ്റേറ്റ്മെന്റ് 1 and 2 ഈസ് ട്രൂ. അതാണ് ഓപ്ഷൻ വരുന്നത്. ദെൻ ഇൻ പ്രൊആക്റ്റീവ് ഇന്റർഫറൻസ് ഇൻഫർമേഷൻ കറന്റ്ലി ബീയിങ് ലേൺ ഇന്റർഫിയേഴ്സ് വിത്ത് ഇൻഫർമേഷൻ ഓൾറെഡി പ്രസന്റ് ഇൻ മെമ്മറി. അതായത് പ്രൊആക്റ്റീവ് ഇന്റർഫറൻസും റിട്രോആക്റ്റീവ് ഇന്റർഫറൻസിന്റെ ഡെഫിനിഷൻ ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് പറയാണ് പ്രൊആക്റ്റീവ് ഇന്റർഫറൻസിനകത്ത് ഇൻഫർമേഷൻ നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യുന്നു, ഓൾറെഡി ഓൾറെഡി മെമ്മറിയിൽ ഉള്ളതുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്റർഫിയർ ചെയ്യുന്നത്. ആൻഡ് റിട്രോആക്റ്റീവ് പറയുന്നത് പ്രീവിയസ്ലി ലേൺഡ് സാധനം എന്ത് ചെയ്യുന്നത്, നമ്മളെ ഇപ്പം പഠിക്കുന്നതിനെ ഇന്റർഫിയർ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊആക്റ്റീവ് ഇന്റർഫറൻസിന്റെ ഡെഫിനേഷൻ ആണ് ശരിക്കും എന്ത് പറയേണ്ടത്, പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ ഇന്റർഫിയേഴ്സ് വിത്ത് ഇൻഫർമേഷൻ ബീയിങ് ലേൺ പ്രസന്റ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെ വന്നത്, നേരെ തിരിച്ചാണ് വന്നത്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഫോൾസ് എന്നുള്ളതാണ് ഓപ്ഷൻ. ദെൻ വെൻ മൂവിങ് ടു നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. വെൻ പീപ്പിൾ ഡു നോട്ട് റീകോൾ ദെയർ ഡ്രീംസ് ഇറ്റ് ഈസ് പ്രോബബ്ലി ബിക്കോസ് ദേ ആർ സീക്രട്ട്ലി ട്രെയിനിങ് ടു ഫോർഗെറ്റ്. Then statement 2 എന്ന് പറയുന്നത് sleep enables the brain to rest because little brain activity takes place during sleep എന്നുള്ളതാണ്. ഇവിടെ എന്താണ് വരുന്നത്, ഒരാള് ഡ്രീം മറക്കുന്നത് പുള്ളി സീക്രട്ട്ലി ട്രൈങ് ടു ഫോർഗെറ്റിംഗ് ദം, അതൊരു നമ്മൾ എല്ലാ ഡ്രീമും ഒന്നും മറക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടാത്തതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അപ്പം അതെന്തല്ല, അതൊരു ശരിയായിട്ട് വരുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്രെയിന് റെസ്റ്റിലായിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെയാണ് അല്ല അല്ലെ. അപ്പൊ എന്താണ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഫോൾസ് ആണ്. സോ അതാണ് അതിന്റെ ഉത്തരം. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് വൺ, നമ്മുടെ given below are two statement, one is labeled as assertion. ഇതാണ് നമ്മൾ പറഞ്ഞത് അസേഷൻ ആൻഡ് റീസണിങ് എന്നുള്ളത്. അസേഷൻ എ ആൻഡ് അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ. അസേഷൻ പറയുന്നത് എന്താണ്, അക്കോർഡിംഗ് ടു ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറി cognitive development is characterized by increasing storage capacity, processing speed and efficient executive function. The process of myclination എന്നാണ് കൊടുത്തിട്ടുള്ളത്. മേ ബി മൈലിനേഷൻ എന്നാവും ഓല് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ദ പ്രോസസ് ഓഫ് മൈലിനേഷൻ ഈസ് ദ മോസ്റ്റ് പ്രൊലോങ്ഡ് ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ ഹ്യൂമൻ ബ്രെയിൻ. അങ്ങനെയാണോ? അല്ല അല്ലെ. മൈലിനേഷൻ ആണോ നമ്മുടെ മോസ്റ്റ് പ്രൊലോങ്ഡ് ചേഞ്ച് എന്ന് പറയുന്നത്? അല്ല. സോ എന്താണ് ഇവിടെ നമ്മുടെ ഉത്തരം പറയുന്നത് എന്താണ്, ആർ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണെന്ന് പറയേണ്ടി വരും അല്ലെ. സോ ദെൻ ഓക്കെ, അത് മാത്രമല്ല ഇതിനകത്ത് എന്തുണ്ട്, മിസ്റ്റേക്സ് ഉണ്ട്. സോ എന്താണ്, ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എന്ത് പരിഗണിക്കുന്നത്. ഓക്കെ, സോ യു ക്യാൻ മൂവ് ടു അനദർ വൺ. ഓക്കെ, സോറി. Okay. So as scores express the individual's distance from the mean income standard deviation. Then linearly derived standard score are often designated simply by Z score. അല്ലെ, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു സ്റ്റാൻഡേർഡ് സ്കോർ എന്ത് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ ആണ് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് സ്കോർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഫ്രം ദ മീൻ എന്നുള്ളതാണെന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. ലീനിയർലി ഡിറൈവ്ഡ് സ്റ്റാൻഡേർഡ് സ്കോർ ആർ ഓഫൻ ഡെസിഗ്നേറ്റഡ് സിംപ്ലി ബൈ എന്താണ്, സിംപ്ലി ആസ്
സെഡ് സ്കോർ എന്നാണ് പറയുന്നത്. ഇതിൽ എന്താണ് പറയുന്നത്? ബോത്ത് എ ആൻഡ് ആർ ഈസ് ട്രൂ, ബട്ട് ഇതെന്തല്ല കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, അല്ലെ? കാരണം എന്താണ്? ഒന്നിനകത്ത് സെഡ് സ്കോറിനെ കുറിച്ചും ഒന്നിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ചുമാണ് പറയുന്നത്. ദെൻ സെഡ് സ്കോറും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇപ്പൊ പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഒരു മീൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതെടുക്കുന്ന സമയത്ത് സെഡ് സ്കോർ 1 വരിക എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഇവിടെ എന്തല്ല അങ്ങനത്തെ കാര്യങ്ങളല്ല പറയുന്നത്, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് വൺ, given below are two statement, one is labeled as assertion. നമ്മൾ ഓൾറെഡി അതിനകത്ത് പറഞ്ഞു. അസേഷൻ അസേഷൻ ആൻഡ് റീസണിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഉണ്ടാവും. നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് സമയം പോകുന്ന ഒരു കാര്യം കൂടെയാണ്. അതായത് ഈ ഒരു ലൈന് നമ്മൾ എപ്പോഴും ഇങ്ങനെ അറിയാണ്ട് വായിച്ചു പോകും. സോ അസേഷൻ എ, റിസർച്ച് എവിഡൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അഗ്രഷൻ ഈസ് റീസണബിളി സ്റ്റേബിൾ ആട്രിബ്യൂട്ട്. അതുപോലെ തന്നെ റീസൺ എന്ന് പറയുന്നത് റിയാക്റ്റീവ് അഗ്രസേഴ്സ് ആർ ചിൽഡ്രൻ ഹു ഡിസ്പ്ലേസ് ഹൈ ലെവൽ ഓഫ് ഹോസ്റ്റൈൽ റിറ്റാലിയേറ്ററി അഗ്രഷൻ എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അതായത് ഒരു എന്തോ ഒരു മിസ്സിംഗ് ഉള്ള പോലെ നമുക്ക് അസേഷനിലാണെങ്കിലും റീസണിലാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് എന്ത് ചെയ്തിട്ടുണ്ട്? അവര് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ, ബിഹേവിയറൽ ആക്ടിവേഷൻ system BAS and the behavioral inhibition system BIS are two neural systems, the function of which establish the relationship between ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ. ഇതെന്താണ് ഈ ഒരു ആൻസർ എന്ന് പറയുന്നത്? ഐ മീൻ ഈ അസേഷൻ എന്താണ്? ഇറ്റ്സ് ട്രൂ അല്ലെ? ദെൻ BIS ലിങ്ക്സ് അപ്രോച്ച് മോട്ടീവ്സ് ആൻഡ് ഡിറൈവ്സ് ഇൻസെന്റീവ്സ് വിത്ത് പോസിറ്റീവ് ഇമോഷൻസ്. ഇതെന്താണ്? ഫോൾസ് ആണ് അല്ലെ? കാരണം എന്താണ്? BIS ലിങ്ക്സ് അപ്രോച്ച് മോട്ടീവ്സ് ആൻഡ് ഡിറൈവ് ഇൻസെന്റീവ്സ് വിത്ത് പോസിറ്റീവ് ഇമോഷൻ എന്നാണ് എന്തായിരുന്നത്? വരേണ്ടിയിരുന്നത്. സോ എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ സോഷ്യൽ പൊസിഷൻ കർവ് provides evidence for the existence of two distinct memory systems, short-term working memory and long-term memory. So, പറയുന്നത് എന്താണ്? സോഷ്യൽ പൊസിഷൻ കർവ് പ്രൊവൈഡ്സ് എവിഡൻസ് ഫോർ എക്സിസ്റ്റൻസ് അല്ലെ? ഇവിടെ എന്തല്ല സീരിയൽ പൊസിഷൻ കർവ് എന്നല്ല അവരെന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. പകരം എന്താണ്? സോഷ്യൽ പൊസിഷൻ കർവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പം അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ വെൻ പീപ്പിൾ ട്രൈ ടു റീകോൾ ലിസ്റ്റ് ഓഫ് അൺറിലേറ്റഡ് വേർഡ്സ് ദേ യൂഷ്വലി റിമെമ്പർ മോർ വേർഡ്സ് ഫ്രം ദ ബിഗിനിങ് ആൻഡ് എൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ യു കർവ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഹെബിംഗസിന്റെ ഒക്കെ ഒരു തിയറി വെച്ചാണ് പറയുന്നത്. ബട്ട് ഇതിനകത്ത് മിസ്റ്റേക്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? NTA ഈ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ തന്നെ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തപ്പോഴേക്ക് തന്നെ ഏകദേശം 3-4 ക്വസ്റ്റ്യനോളം എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? ഇങ്ങനെ ചില ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ കുറെ സമയം ഇരിക്കും. ഇപ്പം ഇതിന്റെയൊക്കെ ഉത്തരം നോക്കാൻ നമ്മൾ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ അയ്യോ സീരിയൽ പൊസിഷൻ കർവ് അല്ലേ, സോഷ്യൽ പൊസിഷൻ കർവ് അല്ലേ, അങ്ങനെയൊക്കെ ആലോചിച്ച് വരുമ്പോ ഇപ്പൊ ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറെ സമയം പോകും. ബട്ട് ദർ ആർ ചാൻസസ് അല്ലെ? അവിടെ എന്തുണ്ട്? ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ചാൻസസ് ഉണ്ട്. സോ അതൊന്ന് മനസ്സിൽ വെക്കുക. ബട്ട് എല്ലാതിന്റെ അർത്ഥം നമുക്ക് തെറ്റ് പറ്റില്ല എന്നും CUT അല്ലെങ്കിൽ NTA ഒക്കെ തെറ്റായിരിക്കും അതുകൊണ്ട് അറ്റൻഡ് ചെയ്ത് ഇതാക്കുക എന്നുള്ളതും അല്ല. ബട്ട് ദർ മേ ബി അല്ലെ, മൈറ്റ് ബി. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാത്സ് ദ ഫോളോയിങ് ആണ്. സോ മാത്സ് ദ ഫോളോയിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മാത്സ് ദ ഫോളോയിങ് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഉദാഹരണം 2 എണ്ണം മാത്രം അറിയെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാത്സ് ദ ഫോളോയിങ്ങിനകത്ത് നമുക്ക് ഈ എൻ്റയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഐ മീൻ 2 എണ്ണം മാത്രം ഉണ്ടെങ്കിൽ എല്ലാ സമയത്തും പറ്റില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ് എന്ത് ഈ മാത്സ് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിപിറ്റൽ ലോബ് അല്ലെ? ഓക്സിപിറ്റൽ ലോബ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോട്ടക്സുമായിട്ടാണ് ബന്ധമുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും. ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയുന്നത് വിഷ്വൽ കോട്ടക്സുമായിട്ട് ബന്ധമുള്ളതാണ്. സോ A3 ആണെന്ന് മനസ്സിലായി. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? പറൈറ്റൽ ലോബ്. പറൈറ്റൽ ലോബ് എന്തായിട്ടാണ് വരുന്നത്? പറൈറ്റൽ ലോബ് ആയിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ ടച്ച് അല്ലെങ്കിൽ പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലെ? ടെമ്പറേച്ചർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന ലോബാണ് എന്ത്? പറൈറ്റൽ ലോബ്. സോ അത് എന്താണ്? സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് അല്ലെ? അപ്പം B2 വരുന്ന A3 വരുന്ന ഓപ്ഷൻ ഏതാണ് ഇതിനകത്തുള്ളത്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഓപ്ഷനും കൂടെ നോക്കാം. ടെമ്പോറൽ ലോബ് അല്ലെ? ടെമ്പോറൽ ലോബും അതുപോലെ തന്നെ എന്തുണ്ട്? ഫ്രോണ്ടൽ ലോബും ഉണ്ട്. അപ്പൊ ടെമ്പോറൽ ലോബിലാണ് എന്ത് വരുന്നത്? നമ്മുടെ
ഓഡിറ്ററി കോട്ടക്സ് വരുന്നത്. അപ്പൊ എന്താണ് ടെമ്പോറൽ ലോബ് എന്ന് പറയുന്നത് C4 വരുന്നത് അല്ലെ. അപ്പോഴെന്തായി നമ്മുടെ ആൻസർ ചോയ്സ് എന്താണ് കൂടുതൽ ഉറപ്പാവണം. ദെൻ ഫ്രോണ്ടൽ ലോബ് അല്ലെ. ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസിനൊക്കെ ഉള്ള വരുന്ന ഭാഗം. അതുകൊണ്ട് എന്താണ് അവിടെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് സ്ലൈഡ് നോക്കുമ്പോൾ ഇതും എന്താണ് മാത്സ് ലിസ്റ്റ് ആണ്. ഇത് പറഞ്ഞ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. റിസർച്ചിൽ വരുന്ന ചില കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു റിസർച്ച് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ബട്ട് പെട്ടെന്ന് സ്കോർ ചെയ്യാം, കുറച്ച് ഐഡിയാസ് വെക്കുക, നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പേടി ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് റിസർച്ച്. അല്ലെങ്കിൽ പഠിച്ചാൽ മനസ്സിലാവില്ല അങ്ങനെ തോന്നുന്ന ഒരു ഏരിയ ആണ്. ബട്ട് സിംപ്ലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ദെൻ മൂവിങ് ടു ഓപ്ഷൻസ് ലൈക്ക് പ്ലാസിബോ എഫക്ട്. പ്ലാസിബോ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ. പ്ലാസിബോ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോർമലി ഒരു എക്സ്പെരിമെന്റൽ കണ്ടീഷനകത്ത് രണ്ട് ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ടാവും. കൺട്രോൾ കണ്ടീഷനും അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ കണ്ടീഷനും. ഈ എക്സ്പെരിമെന്റൽ കണ്ടീഷനിൽ എന്ത് ചെയ്യും? നമ്മുടെ റിസർച്ചർ ട്രീറ്റ്മെന്റ് കൊടുക്കും. അതുപോലെ തന്നെ കൺട്രോൾ കണ്ടീഷനകത്ത് എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ്സ് കൊടുക്കുകയും ചില ഇപ്പം ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത് പോലെ എന്താക്കും തോന്നിപ്പിക്കും. അതല്ലെങ്കിൽ ചില വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കും. ബട്ട് ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കിട്ടിയ പേഷ്യൻസിന് എന്ത് തോന്നുകയാണ്? ഓക്കെ, ഓൾക്കും ട്രീറ്റ്മെന്റ് കിട്ടി എന്ന് തോന്നിയിട്ട് ഒരിക്കൽ അസുഖം മാറുന്നതാണ് എന്ത് എന്ന് പറയുന്നത് പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ A3 വരണം അല്ലെ. A3 വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഹൈ എക്സ്റ്റേണൽ വാലിഡിറ്റി. ഹൈ എക്സ്റ്റേണൽ വാലിഡിറ്റി. എക്സ്റ്റേണൽ വാലിഡിറ്റി എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? വെൻ വി ക്യാൻ ജനറലൈസ്. ഇപ്പോഴാണ് എന്തിനാ സംസാരിക്കുന്നത്? എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ടെസ്റ്റ് എക്സ്റ്റേണലി വാലിഡ് ആണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ജനറലൈസ് ടു പോപ്പുലേഷൻസ് എന്നുള്ളതാണ് വരുന്നത്. സോ B2 വരുന്ന A3 വരുന്ന ഓപ്ഷൻ ഉണ്ടോ? ദെൻ സെക്കൻഡ് ഫോർത്ത് ഓപ്ഷൻ ഉണ്ട്. ബട്ട് നമ്മൾ അടുത്തത് നോക്കുമ്പോൾ ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിംഗിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിംഗിൾ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ റിസർച്ചറിന് അറിയാം, പാർട്ടിസിപ്പൻസിന് അറിയൂല എന്താണ് ഇതിലെ കണ്ടീഷൻ, ആരാണ് ഏത് കണ്ടീഷനിലാണ് അസൈൻഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ ഡബിൾ ബ്ലൈൻഡഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നെയ്തർ റിസർച്ചർ നോർ പാർട്ടിസിപ്പൻസ് നോ ദ കണ്ടീഷൻ ടു വിച്ച് ഈച്ച് പാർട്ടിസിപ്പൻസ് ഈസ് അസൈൻഡ്. അപ്പം വീണ്ടും എന്തായി? നമ്മുടെ ഓപ്ഷൻ 4 തന്നെ വന്നതിന് കാരണം C4 വരുന്നുണ്ട് ഓപ്ഷൻ 4ലും. ദെൻ നെക്സ്റ്റ് വൺ ഹൈ ഇന്റേണൽ വാലിഡിറ്റി. ഹൈ ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വി ക്യാൻ ഡ്രോ ക്ലിയർ കോസൽ കൺക്ലൂഷൻ ഫ്രം ആൻ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് എന്ത് ഇന്റേണലി വാലിഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഹൈ ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 4 ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലിസ്റ്റ് ഇത് ഇതേപോലെ തന്നെ നമ്മുടെ മാത്സ് ഫോളോയിങ് ആണ്. ഇതിനകത്ത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ 4 സൈക്കോളജിസ്റ്റുകളെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് നോളജ് വരുന്നതിന്റെ ഒരു ഒറിജിൻ ഓഫ് നോളജ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ദെൻ അത് പറഞ്ഞിട്ടുള്ളത് പിയാഷെ. ഹ്യൂമൻ ഫാക്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ബ്രോഡ്ബെൻഡ് ആണ് അല്ലെ. ബ്രോഡ്ബെൻഡ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഹ്യൂമൻ ഫാക്ടർ എഞ്ചിനീയറിംഗിനെ കുറിച്ച് അല്ലെങ്കിൽ എർഗണോമിക്സിന്റെ ഒക്കെ ഒരു ഏരിയയിൽ വരുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഗാൾട്ടൺ ആണ് അല്ലെ. ഫസ്റ്റ് മെന്റൽ എബിലിറ്റി ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ ഇതായിട്ടുള്ള പുള്ളി എന്താണ് വിശ്വസിച്ചിരുന്നത്? ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മെന്റൽ എബിലിറ്റിയിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസുകളാണ് ഓരോ ആളുകളെയും വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒബ്സർവേഷണൽ ലേണിംഗ് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, ബാങ്കുരാണ്. അപ്പൊ നമുക്കിപ്പം ഇതിനകത്ത് പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒബ്സർവേഷണൽ ലേണിംഗ് ബാങ്കുരയാണെന്നുള്ളത്. അപ്പൊ തന്നെ എന്ത് ചെയ്തു? നമ്മൾ 2 ചോയ്സസിനെ എലിമിനേറ്റ് ചെയ്തു. ദെൻ പിന്നെ നമുക്ക് കുറെ കൂടെ എളുപ്പമാവുന്നത് ഈ ഹ്യൂമൻ ഫാക്ടർ എഞ്ചിനീയറിംഗ് ആയിരിക്കും. അതായത് ബ്രോഡ്ബെൻഡ് നമ്മൾ അങ്ങനെ സാധാരണയിൽ കേൾക്കാത്ത ഒരു ഏരിയ ആയിരിക്കും ബ്രോഡ്ബെൻഡിന്റെ. അപ്പം അതും കൂടെ വന്നു. അതായത് ബി എന്ത് വന്നു? 4 വന്നു. അപ്പൊ തന്നെ എന്തായി? നമ്മുടെ ഓപ്ഷൻ 3 എന്നുള്ള ഒരു ചോയ്സിലേക്ക് നമ്മൾ മാറി. ഓക്കെ, സോ അതാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ ഇൻസ്റ്റിങ്. അതുപോലെ തന്നെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ബിഹേവിയറൽ ആക്ടിവേഷൻ സിസ്റ്റം, ഇൻസെന്റീവ്, സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി, ഫിക്സഡ് ആക്ഷൻ പാറ്റേൺ, ഓറിയന്റഡ് ടുവാർഡ്സ് റിവാർഡ്, അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ മോട്ടിവേഷണൽ ട്രിഗർ അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സോ എന്താണ് ഇൻസ്റ്റിങ്? ഇതിനകത്ത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതായത് ഇൻസ്റ്റിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ആക്ഷൻ പാറ്റേൺ ആണ് അല്ലെ. അതുപോലെ തന്നെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയാണ്.
ഇൻട്രിൻസിക് മോട്ടിവേഷൻ B1 വരണം, എന്ത് വരണം, 2 വരണം. അങ്ങനെ ഒരു ഓപ്ഷൻ എന്തില്ല ഈ ക്വസ്റ്റിനകത്ത്. B1 A2 വരുന്നത് തന്നെ ഇല്ല. അപ്പം എന്തെഴുതിയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനകത്തും ഇങ്ങനെ ഒരു കുറവുള്ളത് കൊണ്ട് എന്താ UGC, സോറി, NT എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതായത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ആം, ആ രീതിയിലായിരിക്കും പരിഗണിക്കുന്നത്. ഓക്കെ. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇൻസ്റ്റിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ബയോളജിക്കൽ ഇത് എന്ത് ചെയ്യാണ്, നമ്മളെ ഇപ്പം വിശപ്പൊക്കെ പുറത്തേക്ക് വരുന്നതാണ്, മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഇൻസ്റ്റിങ് എന്നൊക്കെ ഉള്ളത് പറയുന്നത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി ആണ്. ബിഹേവിയറൽ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എൻവിറോൺമെന്റൽ മോട്ടിവേഷൻ ട്രിഗർ ആണ്. അതുപോലെ തന്നെ ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും, അതായത് ഓറിയന്റഡ് ടുവാർഡ് റിവാർഡ്സ് എന്നൊക്കെ ഉള്ളതാണ് എന്ത് ഇൻസെന്റീവ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റും അതുപോലെ തന്നെ ഒരു മാച്ച് ദ ഫോളോവിങ് ആണ് ഇത് വരുന്നത്, നമ്മുടെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, ഇല്യൂഷൻ, ആ ഒരു സൈഡിൽ നിന്നാണ്. ഇപ്പം ഫ്രേസേഴ്സ് സ്പൈറൽ എന്താണ്, അതുപോലെ മോഷൻ പിക്ചർ, എയിംസ് റൂം, അതുപോലെ വിഷ്വൽ ക്യൂസ്. ഇതിനകത്ത് ഇപ്പം മോഷൻ പിക്ചറും എയിംസ് റൂമും എല്ലാവർക്കും ഏകദേശം അറിയണ്ടാവും. മോഷൻ പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രോബോസ്കോപ്പിക് മൂവ്മെന്റ്, അതായത് പണ്ട് കാലത്തൊക്കെ ഉള്ള സിനിമകള്, അതല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്പ് ബുക്ക് അല്ലെ, ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ പോകുന്നത്, അതായത് മോഷൻ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട് ഒരു വീഡിയോമാറ്റിക് ഒരു വീഡിയോ കൈൻഡ് ഓഫ് ഇതുണ്ടാക്കുന്നതിനെയാണ് സ്ട്രോബോസ്കോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, എയിംസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സൈസ്, ഒരു ഇല്യൂഷൻ കൈൻഡ് ഓഫ് സാധനമാണ് എന്ത് എയിംസ് റൂം എന്ന് പറയുന്നത്. സോ അത് എന്താണ് വരുന്നത്, നമ്മുടെ ഡിസ്റ്റോർട്ട് സൈസ് കോൺസ്റ്റൻസി ആണ്. അതായത് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം, അതായത് ഒരു റൂമിന്റെ ഒരു സൈഡിൽ പോയി കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ടും ഇപ്പുറത്ത് വരുമ്പോൾ ഭയങ്കര വലുതായിട്ടും തോന്നുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഫ്രേസേഴ്സ് സ്പൈറൽ എന്ന് പറയുന്നത്. അതിന്റെ പോലെ തന്നെ വിഷ്വൽ ക്ലിഫ്, അതായത് ഞാൻ ഈസി ഉള്ളതിനെ മുന്നോട്ട് ഇതാക്കാണ്. അതായത് നമ്മുടെ വിഷ്വൽ ക്ലിഫ് എന്തായിരുന്നു, ഡെപ്ത് പെർസെപ്ഷനിൽ നോക്കാൻ വേണ്ടിയിട്ട് കുട്ടികളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഒരു മെത്തേഡ് ആയിരുന്നു, ഒരു പ്രൊസീജിയർ ആയിരുന്നു. അതായത് എന്ത് ചെയ്തിട്ട് ഒരു ടേബിളിൽ അടിയിൽ ഇങ്ങനെ ഒരു താഴെ ഉള്ളത് പോലെ തന്നെ വെച്ചിട്ട് ഇതൊരു ഗ്രേഡിയന്റ്, ഒരു ടെക്സ്ചർ താഴെ കൊടുത്തിട്ട് ടേബിളിൽ ഇങ്ങനെ കുട്ടീനെ നടത്തിച്ച്, അപ്പം ഒരു കുറച്ച് ഭാഗം കഴിയുമ്പോൾ പകുതിയിൽ എന്ത് ചെയ്ത് ഒരു ഗ്ലാസ് വെച്ച്, അപ്പം ഈ ട്രാൻസ്പെറന്റ് ഗ്ലാസ്സിൽ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, അടിയിൽ കുണ്ടാണെന്ന് തോന്നുന്നുണ്ട്, ഐ മീൻ അടിയിൽ കുഴിയാണെന്ന് തോന്നുന്നുണ്ട്. ബട്ട് എന്നാലും എന്തുണ്ട്, ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ്സിലൂടെ നടന്നൊന്നും ആവില്ല. ബട്ട് ആ കുട്ടി എന്ത് ചെയ്യാണ്, ചെറിയ കുട്ടി തന്നെ അതിനെ ഡെപ്തിനെ പെർസെപ്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനെയാണ് എന്ത് എന്ന് പറയാം, ഡെപ്ത് പെർസെപ്ഷനിൽ നമുക്ക് റോൾ ഉണ്ട്. അതായത് ഈ അടിയിൽ വെച്ച സമയത്ത്, അതായത് കുറച്ച് കുഴിയില്ല, കുറച്ച് താഴ്ഭാഗത്ത് വെച്ചപ്പം ആ ഒരു ഡെപ്തിൽ വന്ന ഒരു പെർസെപ്ഷണൽ ചേഞ്ച് കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി എന്നുള്ളതൊക്കെ പറയുന്നതാണ് എന്ത് നമ്മുടെ ഡെപ്ത് പെർസെപ്ഷൻ. സോ വിഷ്വൽ ക്ലിപ്സ് എന്നുള്ളത് ഡെപ്ത് പെർസെപ്ഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ മൂവിങ് ടു അനദർ വൺ, ലൈക്ക് ഇതും ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. ടെറാറ്റോജൻ, അതുപോലെ ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡർ, അമ്നിയോസിന്തസിസ്, അതുപോലെ ഹിമോഫീലിയ. ഈ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാലോ അല്ലെ. ടെറാറ്റോജൻ എന്ന് പറഞ്ഞാൽ ഒരു എൻവിറോൺമെന്റൽ ഏജന്റ് ലൈക്ക് വൈറസ്, കെമിക്കൽ എക്സെട്ര, അതാണ് ടെറാറ്റോജൻ. ദെൻ ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അമ്മമാരുടെ കൺസെപ്ഷൻ ഓഫ് ആൽക്കഹോൾ എന്ത് ചെയ്യാണ് ഡ്യൂറിങ് പ്രഗ്നൻസി ഉള്ളത് കുട്ടികളുടെ ഹെൽത്തിൽ റിസ്കുകൾ കൊണ്ടുവരുന്നതിനാണ് എന്താ ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. അമ്നിയോസിന്തസിസ് എന്ന് പറയുന്നത് എന്താണ്, എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈ ജനറ്റിക് ഡിഫൻസ് ഡ്യൂറിങ് പ്രിനാറ്റൽ ഡ്യൂറേഷൻ ആണ് അല്ലെ. ഈ അമ്നിയോസിന്തസിസ് എന്ന് പറയുന്നത് എന്താണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ എടുത്തിട്ടാണ് എന്നൊക്കെ നമ്മൾ മുൻ ക്ലാസ്, ഐ മീൻ ഡിഗ്രിയിലൊക്കെ കവർ ചെയ്യുന്നുണ്ടത്. ദെൻ ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിയുടെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ക്രോമസോംസ് ജെൻഡർ ഒക്കെ റിവീൽ ചെയ്യാൻ, ഐ മീൻ ജെൻഡർ ഒക്കെ കിട്ടും. ബട്ട് ഇന്ത്യയിൽ എന്തില്ല, അത് റിവീൽ ചെയ്യാനുള്ള ഒരു ലോ അതിനെ എതിർക്കുന്നുണ്ട്. സോ ദെൻ ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ജീൻ ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ഒരു ജീൻ ബേസ്ഡ് വരുന്നതാണ്. അപ്പം എക്സ് ലിങ്ക് ജീൻസ് ആണ് ഹീമോഫീലിയനെ കോസ് ചെയ്യുന്നത്. സോ അതാണ് ഉത്തരം വരുന്നത്. എന്താണ്, ടെറാട്ടോജൻ നമ്മൾ പറഞ്ഞു എൻവിറോൺമെന്റൽ ഏജന്റ്. എ4 വരുന്ന രണ്ട് ഓപ്ഷനുകൾ. അപ്പൊ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നമുക്കറിയുന്നത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ, ചിലതിൽ ഒരൊറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നോക്കാം. സോ ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡർ പറയുമ്പോൾ മദറിന്റെ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഡ്യൂറിങ് പ്രഗ്നൻസി, അതാണ്. ദെൻ അമ്നിയോസിന്തസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു C1 വരുന്നു. ദെൻ ഹീമോഫീലിയ എന്ന് പറയുന്നത് D2 വരുന്നു. ഓക്കെ.
നെക്സ്റ്റ് വൺ പറയുന്നത് നമ്മുടെ ഇന്റലിജൻസിലെ പാർട്ടിനെയാണ് പറയുന്നത്. അതായത് സ്പേഷ്യൽ, ബോഡി കൈനസ്റ്റിക്, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ. ഇപ്പുറത്തെ ലിസ്റ്റിൽ എന്താ തന്നിട്ടുള്ളത്? സെക്കൻഡ് ലിസ്റ്റിൽ തന്നിട്ടുള്ളത് ഡാൻസർ, അത്ലറ്റ്, അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട്സ് ടു സക്സസ് ഇൻ ഓൾമോസ്റ്റ് എനി വാക്ക് ഓഫ് ലൈഫ്, എഞ്ചിനീയർ, സ്കൾപ്ചറർ, കാർട്ടോഗ്രാഫർ. ദെൻ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് തെറാപ്പിസ്റ്റ്, പബ്ലിക് റിലേഷൻ ഓഫീസർ, സെയിൽസ് പേഴ്സൺ. ഇല്ലേ? ഇപ്പം ബോഡി കൈനസ്റ്റിക് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ബോഡി കൈനസ്റ്റിക്. അല്ലെ? അതായത് ബോഡി മൂവ്മെന്റ്സ്, അതിലുള്ള ഒരു കൺട്രോള്, അത് എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഇതാക്കാം എന്നൊക്കെ ഉള്ള ഒരു ആ, പ്രത്യേക ഇന്റലിജൻസിനെയാണ് ബോഡി കൈനസ്റ്റിക് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും അപ്പം? ടാൻസർ ലെട്ടിനൊക്കെ ആണല്ലോ അല്ലെ അറിയേണ്ടത്. അതായത് എങ്ങനെ ചാടിയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദൂരം ചാടാൻ പറ്റും, എത്ര ഹൈറ്റിൽ ചാടാൻ കഴിയും, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അറിയുന്നതാണ് എന്ത് ബോഡി കൈനസ്തെറ്റിക് എന്ന് പറയുന്നത്. ദെൻ സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ ഈ സ്പേസ്, അതല്ലെങ്കിൽ ദൂരം, സ്ഥലം, അതിനെയൊക്കെ കുറിച്ച് അറിയുന്നതിനാണ് എന്ത് സ്പേഷ്യൽ. സോ അത് ആരായിരിക്കും? അല്ലെങ്കിൽ അതിന്റെ ഫോർമാറ്റ്, അതിന്റെ ഒരു രൂപം, അതിനൊക്കെ അറിയുന്ന ആളാണ് എഞ്ചിനീയർമാര്, അതുപോലെ തന്നെ സ്കൾപ്ചറർ, പിന്നെ കാർട്ടോഗ്രാഫർ, അതായത് മാപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് എന്തിൽ വരുന്നത്? ഈ ഒരു കൈൻഡ് ഓഫ് ഇന്റലിജൻസിന്റെ അണ്ടറിൽ വരുന്നത്. ദെൻ ഇൻപേഴ്സണൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതാരായിരിക്കും? തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെ? കാരണം എന്താണ്? ഇന്റർപേഴ്സണൽ, അതായത് രണ്ട് പേഴ്സൺസ് തമ്മിലുള്ളതാണ്. അതാണ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുമ്പോൾ അയാളുടെ കാര്യങ്ങളിലേക്ക് ഇതാവുന്ന ഒരു കൈൻഡ് ഓഫ് ഇത്. അത് എന്തായിരിക്കും? പുള്ളി കോൺട്രിബ്യൂട്ട്സ് ടു സക്സസ് ഇൻ ഓൾമോസ്റ്റ് വേ ഓഫ് ലൈഫ് എന്നുള്ളതാണ് ഓപ്ഷൻ വരിക. സോ അതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതെന്ന് പറയുന്നത് ഫിക്സഡ് റേഷ്യോ, വേരിയബിൾ ഇന്റർവൽ. ഇതും നമ്മുടെ ഈ ഒരു ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് കണ്ടീഷനിങ് സൈഡിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്. അതായത് ഫിക്സഡ് റേഷ്യോ, വേരിയബിൾ ഇന്റർവൽ, ഫിക്സഡ് ഫിക്സഡ് ഇന്റർവെൽ ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഇന്റേണൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്, വേരിയബിൾ റേഷ്യോ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പം എന്താ ഈ ഒരു സംഭവത്തിനകത്ത് ഇപ്പോ നമുക്കൊക്കെ അറിയാം ഫിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെ? നമ്പർ ആണ്. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രേക്ക് ആണ്. അതായത് എത്ര ഇന്റർവെൽ, എങ്ങനെ ഇന്റർവെൽ എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് സാധനമാണ് വരിക. ഒന്ന് ഫിക്സഡ് റേഷ്യോ, അതായത് ഒരു ഫിക്സഡ് നമ്പർ. ദെൻ വേരിയബിൾ, ഐ മീൻ വേരിയബിൾ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റ് ടൈം. ഇപ്പൊ ഒരു 1 വീക്ക്, 1 മന്ത് അല്ലെ? നമുക്ക് സാലറി കിട്ടുമ്പോൾ 1 മന്തിനാണ് കിട്ടുക. ഒരാൾക്ക് സാലറി കിട്ടുമ്പോൾ 1 മന്ത് അല്ലെ? അപ്പം എന്താണ്? ഇപ്പം വ്യത്യാസങ്ങളുണ്ട്. ചില കമ്പനി ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ അനുസരിച്ച് മാറ്റങ്ങളുണ്ട്. ബട്ട് എന്താണ് ആ, ഒരു കൺവെൻഷണൽ അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ രീതി എന്ന് പറയുന്നത് ഒരു 1 മന്തിന്റെ സാലറി. അപ്പൊ അതെന്താണ്? ഒരു ഫിക്സഡ് ഇന്റർവെൽ ആയി. ബട്ട് സെയിം ടൈം വേരിയബിൾ ഇന്റർവെൽ. ഇപ്പൊ ഒരാള് ഇന്നൊരു 10 ദിവസത്തിനുള്ളത് തന്ന്, പിന്നെ രണ്ട് ഏഹ്, ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന നമ്മളൊരു പെർട്ടിക്കുലർ ഇത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള സംഭവങ്ങളാണ് എന്ത് വേരിയബിൾ ഇന്റർവെൽ. ദെൻ വേരിയബിൾ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 10 എണ്ണം 10 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻസെന്റീവ് തരുന്നു. ദെൻ 10 എണ്ണം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് തരുന്നു. അതിനാണ് ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത്. ബട്ട് 10 എണ്ണം ചെയ്തിട്ട് തരുന്നു, പിന്നെ ഒരു 5 എണ്ണം കഴിയുമ്പോൾ വേറെ തരുന്നു, പിന്നെ ഒരു 10 എണ്ണം കഴിയുമ്പോൾ വേറെ തരുന്നു. അങ്ങനെ ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ത്രൂ നിങ്ങൾ പോവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ റീഇൻഫോഴ്സ്മെന്റ് ഒക്കേഴ്സ് ആഫ്റ്റർ സെറ്റ് ഓഫ് ടൈം പീരിയഡ്. നമ്മൾ പറഞ്ഞു അല്ലെ, ടൈം പീരിയഡ് എന്ന് വരുമ്പോൾ തന്നെ എന്തായി? ഇത് ഉം, നമ്മുടെ ഇന്റർവെൽ ആയി. സോ സെറ്റ് ഓഫ് ടൈം പീരിയഡ് എന്ന് പറയുമ്പോൾ എന്തായി? ഫിക്സഡ് ആയി അല്ലെ? സെറ്റ് ഓഫ് ടൈം പീരിയഡ്, ഫിക്സഡ് ഇന്റർവെൽ. ദെൻ റീഇൻഫോഴ്സ്മെന്റ് ഒക്കേഴ്സ് ആഫ്റ്റർ എ സെറ്റ് ഓഫ് നമ്പർ ഓഫ് റെസ്പോൺസ്. സെറ്റ് ഓഫ് നമ്പർ ഓഫ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ എന്തായി? ഫിക്സഡ് റേഷ്യോ ആയി അല്ലെ? ദെൻ റീഇൻഫോഴ്സ്മെന്റ് ഒക്കർ ആഫ്റ്റർ എ വേരിയിങ് ടൈം പീരിയഡ്. സോ വേരി ചെയ്യുന്ന എന്താണ്? ഇന്റർവെൽ. ഇപ്പൊ വേരിയബിൾ ഇന്റർവെൽ. ദെൻ ദ റീഇൻഫോഴ്സ്മെന്റ് ഒക്കേഴ്സ് ആഫ്റ്റർ വേരിയിങ് നമ്പർ ഓഫ് റെസ്പോൺസ് അല്ലെ? എന്താണ്? വേരിയിങ് ആണ്. സോ എന്താണ്? വേരിയബിൾ റേഷ്യോ അല്ലെ? A2 വരുന്ന, B3 വരുന്ന, അതായത് വേരിയബിൾ എന്ത് വരുന്നു? ആഫ്റ്റർ വേരിയിങ് ടൈം പീരിയഡ്. ദെൻ C1 വരുന്നു, ഫിക്സഡ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ഒക്കർ ആഫ്റ്റർ സെറ്റ് ഓഫ് ടൈം. അപ്പം ഇതിനകത്ത് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ആൻസർ നോക്കുന്ന സമയത്ത് ഇഫ് നിങ്ങൾക്ക് ഫിക്സഡ് ഇന്റർവെൽ എന്നുള്ള ഒരു ആൻസർ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. ബട്ട് നിങ്ങൾ അത് മാത്രം വെച്ച് ചെയ്താലും എന്ത് കിട്ടും? ശരി ഉത്തരം കിട്ടും അല്ലെ? C1 വരുന്ന മറ്റ് ഓപ്ഷൻസ് ഇല്ല. സോ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നോക്കുക.
അങ്ങനെ ഒരു കാര്യം മാത്രം പഠിക്കണം എന്നല്ല പറയുന്നത്. ബട്ട് എന്ത് ചെയ്യാ, അങ്ങനെയും സ്ട്രാറ്റജീസ് ഉണ്ട് ആൻസർ ചെയ്യുമ്പോൾ. നോക്കുക മാക്സിമം ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വണ്ണും ഓൾസോ എന്താണ്, ഒരു മാത്സ് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് നമ്മുടെ അഗൈൻ നമ്മുടെ ഈ ഒരു സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, ടെക്സ്ചർ ഗ്രേഡിയന്റ്, മോഷൻ പാരലാക്സ്, അതുപോലെ തന്നെ ലീനിയർ പെർസ്പെക്റ്റീവ്, റെറ്റിനൽ സൈസ്, ഇങ്ങനെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു ലിസ്റ്റ് ടൂള് തന്നിട്ടുണ്ട് അല്ലെ. ടെക്സ്ചർ ഗ്രേഡിയന്റ് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോ ഒരു ദൂരെന്ന് ഒരു കാര്യം, ഇപ്പൊ നമ്മൾ വരൾച്ചുള്ള ഒരു സ്ഥലം, ഇതിന്റെ ഒരു ഡ്രോൺ വ്യൂ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഇത് ഒരു സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടാണ് തോന്നുക. ബട്ട് സെയിം ടൈം അടുത്തേക്ക് വരുമ്പോൾ എന്താവും, ഇങ്ങനെ വിണ്ട് കയറിയിട്ടുണ്ടാവും. അപ്പൊ അതെന്താണ്, ടെക്സ്ചർ ഗ്രേഡിയന്റ്. സോ ഡീറ്റെയിൽ ഓഫ് തിങ്സ് ഓൺ സർഫസ് ദാറ്റ് ആർ ഫാർ അവേ ആർ ലെസ് ഡിസ്റ്റിങ് അല്ലെ. എന്താണ്, ദൂരെയുള്ള സാധനം എന്താണ്, ലെസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അടുത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ടെക്സ്ചർ കൃത്യമായിട്ട് കാണും എന്നുള്ളത്. സോ അതെന്താണ്, ടെക്സ്ചർ ഗ്രേഡിയന്റ്. A2 വരുന്ന ഓപ്ഷൻ അല്ലെ, A2 വരുന്ന ഓപ്ഷൻ ഉണ്ടോ, രണ്ടെണ്ണം ഉണ്ട്. അപ്പം 3യും 4നും ഏതോ ഒന്നാണ് ആൻസർ എന്ന് മനസ്സിലായി. മോഷൻ പാരലാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ നമ്മുടെ റെറ്റിനന്റെ സ്ഥലത്ത് പൊസിഷനനുസരിച്ച് എന്ത് ചെയ്യാണ്, നമ്മുടെ ഒബ്ജക്റ്റിന്റെ വലുപ്പത്തിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, മോഷൻ പാരലാക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് B3 വരുന്നത് അല്ലെ. അപ്പം 3ലും 4ലും എന്താണ്, B3 ആണ് വരുന്നത്. മൂവിങ് ടു നെക്സ്റ്റ് വൺ, ലീനിയർ പെർസ്പെക്റ്റീവിന്റെ ഏറ്റവും ഒരു ക്ലാസിക്കൽ ഉദാഹരണമായിട്ട് എപ്പോഴും ഉദാഹരണം പറയുന്ന ഒരു കാര്യം, ഒന്നെങ്കിൽ നമ്മുടെ ഒരു സ്ട്രൈറ്റ് റോഡ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും എന്താ പറയാ, നമ്മുടെ നമ്മുടെ റെയിൽവേ ട്രാക്ക് അല്ലെ. റെയിൽവേ ട്രാക്ക് എന്തായിരിക്കും, ഇങ്ങനെ പാരലൽ ആയിട്ടാ പോവുക. പക്ഷെ അതിങ്ങനെ കുറേ പോകുന്ന സമയത്ത്, അതായത് ദൂരേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്തുണ്ടാവും, റെയിൽവേ ട്രാക്ക് ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നത് പോലെ തോന്നും. അതിനാണ് എന്ത് പറയുന്നത്, ലീനിയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോ സ്ട്രൈറ്റ് ലൈൻസ് സീം ടു ജോയിൻ ടുഗദർ ആസ് ദേ ബിക്കം മോർ ഡിസ്റ്റൻസ് എന്നുള്ള എന്താണ്, ലീനിയർ പെർസ്പെക്റ്റീവ്. സോ C1 വരുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ നമ്പർ 3 ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ റെറ്റിനൽ സൈസ് എന്ന് പറയുന്നത് എന്താണ്, ഇഫ് ടു ഒബ്ജക്ട്സ് ആർ ദ സെയിം സൈസ്, ദ വൺ പ്രൊഡ്യൂസിങ് സ്മാളർ റെറ്റിനൽ ഇമേജ് ഈസ് ഫർദർ എവേ എന്നുള്ളതാണ് റെറ്റിനൽ സൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എന്താ ഒബ്ജക്റ്റ് നിൽക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസറിനകത്ത് മാറ്റം വരിക. ഐ മീൻ സോറി, സൈസിനകത്ത് നമുക്ക് മാറ്റം വരിക. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മരം കാണുന്നുണ്ട്, സെയിം സൈസുള്ള വേറൊരു മരം കുറച്ച് ദൂരെ കാണുന്നുണ്ട്, നമുക്കത് എന്ത് ചെയ്യും, മനസ്സിലാവും അല്ലെ. എന്താ, ആ മരം ചെറുതാണെന്ന് നമുക്ക് ധരിക്കുവോ, ഇല്ല. അതിനാണ് എന്ത് എന്ന് പറയുന്നത്, റെറ്റിനൽ സൈസ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതൊരു ഇച്ചിരി ട്രിക്കി ആണ്, ബട്ട് സിമ്പിൾ ആണ്. അതായത് ഇതിനകത്ത് ആകെ കൂടെ ഒരു അറോസൽ, ഇമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാലോ, തിയറീസ് ഓഫ് ഇമോഷനിൽ പ്രധാനപ്പെട്ടിട്ടുള്ള 4 തിയറീസ് ആണ്. ഒന്ന് ലസാറസിന്റെ കൊഗ്നിറ്റീവ് അപ്രൈസൽ തിയറി, അല്ലെങ്കിൽ കനോൺ ബാർഡ് തിയറി, ജെയിംസ് ലാങ് തിയറി, സ്കാറ്റർ, ഇങ്ങനെ ഈ 4 തിയറീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലസാറസിന്റെ തിയറിയിൽ തന്നെ തുടങ്ങാം. ലസാറസിന്റെ തിയറിയിൽ എന്തുണ്ട്, കൊഗ്നിറ്റീവ് അറോസൽ എന്തായാലും ഉണ്ടാവും അല്ലെ. ഫിസിയോളജിക്കൽ അറോസൽ ഇല്ലെങ്കിൽ പോലും കൊഗ്നിറ്റീവ് അറോസൽ ഉണ്ട്. സോ ദ ഓപ്ഷൻ ഈസ് A3 വരുന്ന ഓപ്ഷൻ. A3 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ നമ്പർ 3. ബട്ട് നമുക്ക് അടുത്ത കൂടെ നോക്കാം. കനൻബാർഡ് തിയറി അല്ലെ, നമുക്കറിയാം കനൻബാർഡ് തിയറി എങ്ങനെയാണ്, സൈമൾട്ടേനിയസ്ലി ആയിരിക്കും അല്ലെ. അതായത് ബോത്ത് ഫിസിയോളജിക്കൽ അറോസലും ഇമോഷണൽ അറോസലും ഒരുമിച്ചാണ് ഉണ്ടാവുക എന്നാണ് ആര് പറഞ്ഞത്, കനൻബാർഡ് പറഞ്ഞത്. അപ്പം B1 വരുന്ന, A3 വരുന്ന ഓപ്ഷൻ. ദെൻ സി എന്ന് പറയുന്നത് എന്താണ്, ഫിസിയോളജിക്കൽ അറോസലിൽ നിന്നാണ് എന്തുണ്ടാവുക, അല്ലെങ്കിൽ ഇമോഷണൽ റിസൾട്ട് എന്തെന്നാണ്, ഇമോഷൻസ് എന്തെന്നാണ് റിസൾട്ട് ചെയ്യുന്നത്, ഫിസിയോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ അറോസൽ നിന്നാണ് ചേഞ്ച് ചെയ്യാന്നാണ് ആര് പറഞ്ഞത്, ജെയിംസ് ലാങ് പറഞ്ഞത്. അപ്പൊ അഗെയിൻ എന്താണ്, ഓപ്ഷൻ 3 ഇസ് റൈറ്റ്. ദെൻ സ്കാറ്റർ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്, ഇമോഷൻ ആർ ജോയിൻലി ഡിറ്റർമിൻഡ് ബൈ നോൺ സ്പെസിഫിക് ഫിസിയോളജിക്കൽ അറോസൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ദെൻ നെക്സ്റ്റ് വൺ, അറേഞ്ച് ഇൻ സീക്വൻസ് the following components of one of the theory intelligence which represents the same name of that theory എന്നാണ് പറയുന്നത്. അതായത് എന്ത് ചെയ്യാനാണ് പറയുന്നത്, സീക്വൻഷ്യൽ ആയിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു, ഒരു ഇന്റലിജൻസ് തിയറിന്റെ പേരും കൂടെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണുള്ളത്, സൈമൾട്ടേനിയസ്, അറ്റൻഷൻ, പ്ലാനിങ്, സക്സസീവ് അല്ലെ. ഇങ്ങനെ 4 പേരുകൾ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് എന്ത് പറഞ്ഞു, ഇത് സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. സോ എന്തായിരിക്കും ഉത്തരം,
എന്താണ്? ഓക്കെ. നോക്കിയേ, അതായത് ഒരു തിയറി ഉണ്ട്, പ്ലാനിങ്, അറൂസൽ, അറ്റൻഷൻ, സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ് പ്രോസസ്. അതായത് പ്ലാനിങ്, അറൂസൽ, അറ്റൻഷൻ, സൈമൾട്ടേനിയസ്, സക്സസീവ് പ്രോസസ്. ആ തിയറിയാണ്. ഇതൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള തിയറിയാണ്. ഡാസ് 1994 ഡാസും അതുപോലെ വേറെ ഞാൻ കറക്റ്റ് പേര് ഓർക്കുന്നില്ല, രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇന്റലിജൻസ് തിയറിയാണ്. ദെൻ സോ അതാണ് അതിന്റെ ഉത്തരം. ദെൻ നെക്സ്റ്റ് വൺ. സോ ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്, പ്ലാനിങ്, അറൂസൽ, അറ്റൻഷൻ, സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ് പ്രോസസ് എന്നുള്ള ഒരു തിയറിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സാധാരണ നമ്മൾ ഇന്റലിജൻസിൽ അത്രയും നോക്കാത്ത ഒരു സംഭവമാണ്, ബട്ട് ഒരു ഇന്ത്യ ഇതൊന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ അതൊന്ന് മനസ്സിൽ വെക്കുക. Then give the correct sequence of stages of sleep from stage 1 to stage 4 with reference to nature of brain waves എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് നോക്കുമ്പം നമുക്ക് കാണാം സ്ലീപ്പ് ട്വിൻഡിൽസ്, അതുപോലെ സ്ലോവർ വേവ്സ് വിത്ത് ഹയർ പീക്സ് ആൻഡ് ലോവർ വാലീസ്, അല്ലെ? അതുപോലെ തന്നെ സ്ലോവർ ആൻഡ് മോർ റെഗുലർ, അതുപോലെ റിലേറ്റീവ്ലി റാപ്പിഡ് ആൻഡ് ലോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം സ്ലീപ്പ് സ്പിൻഡിൽസ് ഉണ്ടാവുന്നത് സെക്കൻഡിലാണ്, സ്ലോവർ ഉണ്ടാവുന്നത്, സ്ലോവർ വേവ്സ് വിത്ത് ഹയർ പീക്സ് ആൻഡ് ലോവർ വാലീസ് എന്നുള്ളത് തേർഡിലാണ്. സോ ഉത്തരം അപ്പം എങ്ങനെയായിരിക്കും വരിക? എ വന്ന് പിന്നെ ബി വരുന്ന ഒരു ഓപ്ഷനാണ്. അപ്പൊ അതിനകത്ത്, അതായത് ഞാനൊരു ഐഡിയ പറയുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്താണ്, എ വന്ന് ബി വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണുള്ളത്. ദെൻ സി എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ ഓപ്ഷൻ, ഐ മീൻ റിലേറ്റീവ്ലി റാപ്പിഡ് ആൻഡ് ലോ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക ഫസ്റ്റ് സ്റ്റേജിലായിരിക്കും. ദെൻ സ്ലോവർ ആൻഡ് മോർ റെഗുലർ എപ്പോഴായിരിക്കും? അവസാന സമയങ്ങളിലായിരിക്കും. സോ അതാണ് അതിന്റെ ഒരു ഉത്തരം. Then next one, which of the following bipolar dimension are measured by Myers and ബ്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ, MBTI, അല്ലെ? MBTI എന്ന് പറയുന്നതിൽ ഏതൊക്കെ ഫോളോവിങ് ഇതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അതായത് സോറി, ഏതൊക്കെ താഴെ പറയുന്ന ഏതൊക്കെയാണ് MBTIയിൽ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. MBTIയിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ്, നാല് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രോവേർഷൻ വേഴ്സസ് എക്സ്ട്രാവേർഷൻ, അതുപോലെ തന്നെ സെൻസിങ്, ഇൻഡ്യൂട്ടിങ്, അതുപോലെ തന്നെ എന്താണ് തിങ്കിങ് വേഴ്സസ് ഫീലിംഗ്, അതുപോലെ ജഡ്ജിങ് വേഴ്സസ് പെർസെപ്ഷൻ. അപ്പൊ ഇവിടെ ഏതൊക്കെ ഉണ്ട്? ഈ നാലെണ്ണത്തിനകത്ത് സെൻസിങ്, ഇൻഡ്യൂട്ടിങ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇൻട്രോവേർഷൻ വേഴ്സസ് എക്സ്ട്രോവേർഷൻ ഉണ്ട്, തിങ്കിങ് വേഴ്സസ് ഫീലിംഗ് ഉണ്ട്, പെർസെപ്ഷൻ വേഴ്സസ് ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയുള്ളത്? എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. സോ അതാണ് അതിന്റെ ആൻസർ. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫംഗ്ഷൻ ഓഫ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം? സോ പാരാസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് നമുക്കറിയാം. ഫ്ലൈറ്റ് ഓഫ് ഫൈറ്റ് റെസ്പോൺസ്. സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉണ്ടാവുക എപ്പോഴാണ്? എപ്പോഴെങ്കിലും ഒരു ഒരു ത്രെട്ടൻഡ് അറൂസൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്നതാണ് ഇത്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും. സോ ആ സമയത്ത് എന്തുണ്ടാവും? തൊണ്ടയിലെ വെള്ളം വറ്റും, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ എന്തുണ്ടാവും? ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യും, ബ്ലാഡർ ഫംഗ്ഷൻസിനെ ഇൻഹിബിറ്റ് ചെയ്യും, നമ്മുടെ കൃഷ്ണമണി തുറിക്കും, അല്ലെ? പ്യൂപ്പിൾ ഡയലേഷൻ ഓഫ് പ്യൂപ്പിൾ ഉണ്ടാവും, പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്നതാണ് എന്ത്, സിമ്പത്തറ്റിക്. സെയിം ടൈം അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു റിലാക്സേഷൻ സമയത്ത് വരുന്ന റെസ്പോൺസ് ആണ് എന്ത്, പാരാസിമ്പത്തറ്റിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്തൊക്കെ ഉണ്ടാവും? നമ്മളെ പറഞ്ഞു, തൊണ്ടയിലെ വെള്ളം വറ്റും. സോ ഇൻക്രീസ് സലൈവേഷൻ, എ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സ്ലോ ഹാർട്ട് റേറ്റ്, അല്ലെ? എന്ത് നമ്മൾ പറഞ്ഞു, സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഹാർട്ട് റേറ്റ് കൂടും, അപ്പൊ എന്ത് ചെയ്യണം? സ്ലോ ചെയ്യണം. ഡിക്രീസ് ഡൈജസ്റ്റീവും അതുപോലെ തന്നെ ഇൻഹിബിറ്റ്സ് ബ്ലാഡർ ഫംഗ്ഷനും ഡയലൈറ്റ്സ് പ്യൂപ്പിളും ഒക്കെ എന്താണ്, സിമ്പത്തറ്റിക് ആണ്. സോ ഇവിടെ എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? എ ആൻഡ് ബി ആണ് പാരാസിമ്പത്തറ്റിക്കിന്റെ characteristics എന്ന് പറയുന്നത്. Then next one, choose the task that assess executive function. എക്സിക്യൂട്ടീവ് ഫംഗ്ഷനെ അസസ് ചെയ്യുന്ന ടാസ്കുകളാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് കൺസർവേഷൻ ടാസ്ക് പറയുന്നുണ്ട്, സ്ട്രൂപ്പ് ടാസ്ക്, ട്രയൽ മേക്കിംഗ് ടാസ്ക്, കളർ സ്പാൻ ബാക്ക്വേർഡ് ടാസ്ക്, ഫോൾട്ട് ബിലീഫ് ടാസ്ക്, അല്ലെ? എന്താ ഇത് നിങ്ങൾക്ക് അസസ്മെന്റിലൊക്കെ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വരുന്ന മൂന്ന് ആൻസേഴ്സ്, മൂന്ന് ഓപ്ഷൻ ആണ് വരുന്നത്. എല്ലാ ഓപ്ഷനിലും മൂന്നെണ്ണം ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്മുടെ വരുന്നത് എന്ന് പറയുന്നത് സ്ട്രൂപ്പ് ടാസ്ക് വരുന്നുണ്ട്. സ്ട്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും. അതായത് നമ്മളെ ഒരു ഒരു കളറിൽ നമ്മൾ ഒരു, ഐ മീൻ ഇപ്പം നമ്മളൊരു യെല്ലോ കളറിൽ റെഡ് എന്ന് എഴുതുന്നു, എന്നിട്ട് പിന്നെ റെഡ് കളറിൽ നമ്മൾ ഗ്രീൻ എന്ന് എഴുതുന്നു, ഗ്രീൻ കളറിൽ നമ്മൾ
ടാൻ എഴുതുന്നു, ടാൻ കളറിൽ നമ്മൾ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും യെല്ലോവും കൂടെ എഴുതുന്നു. ഇങ്ങനെ ഇതിങ്ങനെ എഴുതുന്നു, എന്നിട്ട് ഒരാളെ കൊണ്ട് വായിപ്പിക്കുന്നു. പിന്നീട് ഇപ്പം പുള്ളിയുടെ ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നോക്കുന്നതാണ്. ട്രയൽ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ നമ്മളിങ്ങനെ ഈ ടുട്ടു അല്ലെങ്കിൽ വഴിയാണ് ചുട്ട എന്നൊക്കെ പറയുന്ന കുറെ അക്കങ്ങൾ എഴുതിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രയൽ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ദെൻ കളർ സ്പാൻ ബാക്ക്വേർഡും ആണ് എന്ത് വരുന്നത്, നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനെ അളക്കുന്നതിൽ വരുന്നത്. സോ ബി, സി ആൻഡ് ഡി ഓൺലി. ഓക്കെ, സ്ട്രൂപ്പ് ടാസ്ക്, ട്രയൽ മേക്കിംഗ്, കളർ. ഓക്കെ. Then next one. Which of the following are the verbal subtests of Wechsler Adult Intelligence Test? അപ്പം വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ വെയ്സിനകത്ത് നമുക്കറിയാം 10 സബ് ടെസ്റ്റ് ഉണ്ട് അല്ലെ, 10 സബ് ടെസ്റ്റ് ഉണ്ട് വെയ്സിനകത്ത്. അതിനകത്ത് തന്നെ എന്തൊക്കെ വരുന്നുണ്ട്, പ്രധാനമായിട്ടും 4 ഡൊമൈൻസിലാണ് വരുന്നത്. വെർബൽ കോംപ്രിഹെൻഷൻ, പെർസെപ്ഷൻ റീസണിങ്, വർക്കിംഗ് മെമ്മറി, അതുപോലെ തന്നെ പ്രോസസിംഗ് മോഡൽ. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് ഉള്ളത്. ഇതെന്ത് ചെയ്യുന്നു, ഈ 4 ഇതിനകത്ത് വരുമ്പോൾ ഈ വർബില് ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ഈ ABCDE ഇത് 4 എന്താണ്, ബേസിലാണ്. വെർബൽ സബ് ടെസ്റ്റ് വരുമ്പോ ഏതൊക്കെയാണ് വരിക, ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഡിജിറ്റ് സ്പാൻ, അതുപോലെ തന്നെ എന്താ വരിക, സിമിലാരിറ്റീസ്. ഇങ്ങനെ ഈ 3 കാര്യങ്ങളാണ് വരിക അല്ലെ. ഇൻഫർമേഷൻ, ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള സിമിലാരിറ്റീസ്, അതൊക്കെയാണ് എന്ത് വെർബൽ സബ് ആണ്, അതൊക്കെയാണ് പറയുന്നത്. ദെൻ ഡിജിറ്റ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് അതിങ്ങനെ തിരിച്ചു പറയാം. ഇതിനകത്ത് തന്നെ വേറെ ഒരു അസസ്മെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ റിവേർട്ടഡ് ഡിജിറ്റ് സ്പാൻ എന്നുള്ള പോലെ, അതായത് ബാക്ക്വേർഡ് ഡിജിറ്റ് സ്പാൻ എന്നും കൂടെ യൂസ് ചെയ്യുന്ന ചില സബ് ടെസ്റ്റുകളുണ്ട്. ഇപ്പം ബാക്ക്വേർഡ് ഡിജിറ്റ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറ്റൻഷന്റെ ഇതിനകത്ത് ടാക്ടോസ്കോപ്പ് ഒക്കെ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റിലൊക്കെ മേ ബി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു നമ്പർ പറഞ്ഞിട്ട് പിന്നെ അത് റിവേഴ്സിൽ പറയാം, അറ്റൻഷൻ സ്പാൻ, ഡിസ്ട്രാക്ഷൻ, ആ ഒരു ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ഡിജിറ്റ് സ്പാൻ എന്ന് പറയും. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിഹേവിയർ മോഡിഫിക്കേഷൻ ഇൻവോൾവ്സ് അല്ലെ, ബിഹേവിയർ എങ്ങനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയണ്ടാവും. സോ അപ്ലൈ റിവാർഡ് ടെക്നിക് ഒരു ബിഹേവിയർ മോഡിഫിക്കേഷന് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ ആണ്. സോൾവിങ് പ്രോബ്ലംസ് ത്രൂ ഇൻസൈറ്റ്. ഓക്കെ. ദെൻ അപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ് പ്രിൻസിപ്പിൾസ് ടു ചേഞ്ച് ബിഹേവിയർ, ബ്രിങ്ങിങ് ബിഹേവിയേഴ്സ് അണ്ടർ സ്റ്റിമുലസ് കൺട്രോൾ. അതൊരു അത് ഓക്കെ, എല്ലാപ്പോഴും അങ്ങനെ ചെയ്യാൻ കഴിയും. സോ ഫസ്റ്റ് ഓപ്ഷനും അതുപോലെ തന്നെ തേർഡ് ഓപ്ഷനും നമുക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫസ്റ്റിനെയും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഓപ്ഷൻ ആണ് എന്ത്, അപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ് പ്രിൻസിപ്പിൾ ടു ചേഞ്ച് ബിഹേവിയർ. സോ ദ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ നമ്പർ 3, അപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ് പ്രിൻസിപ്പിൾ ടു ചേഞ്ച് ബിഹേവിയർ എന്നുള്ളതാണ്. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 3 ആണ് ഉത്തരം എന്ന് പറയുന്നത്. ബീങ് ഏബിൾ ടു റൺ എ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓൺ ഡാറ്റ ഫ്രം എക്സ്പെരിമെന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. അല്ലെ, അതായത് എന്താണ്, ഒരു ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് കഴിയുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഇത് വരുന്നത് ഇതെന്നായിരിക്കും അല്ലെ, ട്രൈറാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്തില്ല, ഫോർത്ത് ഓപ്ഷൻ ഇതിനകത്ത് പറയുന്നില്ല. കാരണം ട്രൈറാർക്കിക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ അറിയാം 3 ആണ് വരിക. സോ ട്രൈക്കോമാറ്റിക്, കളർ വിഷൻ, എല്ലാവരും എന്താണ് 3 സംഭവം. ട്രൈ എന്ന് പറയുമ്പോൾ 3 എന്നുള്ള സാധനം വരും. സോ ദ ക്രിയേറ്റീവ് ഇന്റലിജൻസ്, അനലിറ്റിക്കൽ ഇന്റലിജൻസ്, പ്രാക്ടിക്കൽ ഇന്റലിജൻസ് അല്ലെ, ഇങ്ങനെ 3 വരുന്നത്. അതായത് ക്രിയേറ്റീവ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ അനലിറ്റിക്കൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ കൺസെപ്ഷ്യൽ ഇന്റലിജൻസ്, പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കോണ്ടക്സ്റ്റുവൽ ഇന്റലിജൻസ്, ഇങ്ങനെയാണ് വരുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അല്ലെ, ഓൾറെഡി അനാലിസിസ് എന്നുള്ള ഒരു ടേം അതിനുണ്ട്. ദെൻ മോറൽ ദാറ്റ് ലൈക്ക് ഇതെന്താണ്, ഒരു കൺസെപ്റ്റ് ആണ്, ഒരു കൺസെപ്ഷ്യൽ ഇന്റലിജൻസ് ആണ്. സോ ദ ആൻസർ ഈസ് കൺസെപ്ഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ആൻസർ അനലിറ്റിക്കൽ ഇന്റലിജൻസ്. ദെൻ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, പീപ്പിൾ ഹൂ സഫർ ഫ്രം അനോറക്സിയ നെർവോസ ആർ അഫ്രൈഡ് ഓഫ് ബിക്കമിങ് ഫാറ്റ് ആൻഡ് ദേ ബിങ് ഈറ്റ് ആൻഡ് ദെൻ ഫേസ്റ്റ് ഫുഡ് അല്ലെ. ഇത് മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു അണ്ടറിൽ വരുന്ന ഫുഡ് ബയോളജിക്കൽ മോട്ടിവേഷനിൽ വരുന്ന വിശപ്പിന്റെ ഒക്കെ ആണെങ്കിലും അതിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ്. അതായത് അനോറക്സിയ നെർവോസ ആൻഡ് അനോറക്സിയ ബുലിമിയ, ഇങ്ങനെ 2 ഡിസോർഡേഴ്സ് ആണുള്ളത്. ദെൻ അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ഒരു ഓക്കെ,
സോറി, അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മള് ഫുഡ് കഴിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാ, ഈവൻ നമ്മൾ ഭയങ്കര സ്റ്റാർവേഷൻ ഉള്ള സമയത്തും എന്ത് ചെയ്യാ, ഫുഡ് കഴിക്കാണ്ടിരിക്കുക. ഇതിപ്പോ ഫുഡ് കഴിക്കാണ്ട് നമ്മൾ വളരെ മെലിഞ്ഞ് നമ്മൾ ഭയങ്കര സിവിയർ ഹെൽത്ത് കണ്ടീഷനിലേക്ക് പോകുമ്പോഴും കഴിക്കാണ്ടിരിക്കുന്നതിനെയാണ് എന്ത് പറയാ, അനോറക്സിയ നെർവോസ എന്ന് പറയാം. ബട്ട് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ബിങ് ഈറ്റ് ആൻഡ് ദെൻ പേർച്ച് ഫുഡ്, അതേ ഇതിലാ വരുന്നത്. അനോറക്സിയ ബുളീമിയയിലാണ് വരുന്നത്. സോ first option തെറ്റാണ്. Then second statement is people who suffer anorexia nervosa are afraid to become fat and severely restrict their food intake to the extent of starvation. സോ അതാണ് എന്തെന്ന് പറയുന്നത് ശരി. സോ ഇവിടെയുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. അതാണ് എന്ത് വരുന്നത്, ഉത്തരം വരുന്നത്. സോ അത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. Although dash constitutes only 10% mass of the brain, it contains more than half of the brain's neurons. ഏതാണ് താഴെ പറയുന്നതിൽ ഏതായിരിക്കും? തലാമസ്, കോർപ്പസ് കലോസം, സെറിബെല്ലം, പ്രൈമറി മോട്ടോ കോർട്ടക്സ് അല്ലെ? ഇതിന്റെ ഉത്തരം ഒരുപാടൊന്നും ആലോചിക്കാനില്ല. ബ്രെയിനിന്റെ ഭയങ്കര നമ്മുടെ മൂവ്മെന്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, ബാലൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. ആൻഡ് സെറിബെല്ലത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലിറ്റിൽ ബ്രെയിൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം സോ ഇത് സെറിബെല്ലം ആണ് എന്ത് എന്ന് പറയുന്നത്, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. Then next one. According to cognitive prospective thoughts, anticipation, planning, perception, and attention are all considered as a major factor in behavior. Research on cognitive processes are generally done under highly controlled laboratory condition. അല്ലെ? ഇതിനകത്ത് നല്ല റീസണിങ് എന്തായാലും തെറ്റാണ്. ദെൻ അപ്പോ നമുക്ക് അസേഷനിൽ നോക്കുന്ന സമയത്ത് എന്താണ്, അസേഷനിലും ചില ഇഷ്യൂസ് ഉണ്ട്. സോ ഈ ഉത്തരം എന്താണ്? ഇതൊരു അസേഷൻ ആൻഡ് റീസൺ ആണ്. ബട്ട് ഈ ക്വസ്റ്റ്യനും എന്താണ് ഡ്രോപ്പ് ചെയ്തു. സോ ഓൾമോസ്റ്റ് ഒരു 6 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു ഈ ഒരു എക്സാമിനകത്ത്, ഈ ഒരു 75 ക്വസ്റ്റ്യൻസിനകത്ത് ഡ്രോപ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസെപ്റ്റ് ഓഫ് ഫങ്ഷണൽ സിസ്റ്റം? ഇതിനകത്ത് 4 കൊടുത്തിട്ടുണ്ട്. റോഷ കിങ്ക്ലോ ടെസ്റ്റ്, ലൂറിയ നെബ്രാസ്ക ന്യൂറോ സൈക്കോളജിക്കലിനെ കൊടുത്തത്, ബട്ട് ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററി, ഹാസ്റ്റഡ് റേറ്റ് ആൻഡ് ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററി, ദെൻ തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, ദാറ്റ് ഈസ് ടാൻ. നമുക്ക് അറിയാവുന്ന 2 എന്ന് പറയുന്നത് ഒന്ന് റോഷ കിങ്ക്ലോട്ട്, ദെൻ തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് എന്നുള്ളതാണ്. അതിനകത്ത് റോഷ കിങ്ക്ലോട്ട് നമുക്കറിയാം, നമ്മുടെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ദെൻ തീമാറ്റിക് പെർസെപ്ഷനും നമുക്കറിയാം. സോ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ലൂറിയ നെബ്രാസ്കയാണ് എന്ത് ചെയ്യുന്നത്, ഫങ്ഷണൽ സിസ്റ്റത്തിന്. ഇതൊക്കെ ഒരു ഇച്ചിരി കൂടെ, അതായത് ഇപ്പം കമ്പാരിറ്റീവ്ലി ഈ ഒരു പേപ്പറിൽ കുറച്ചെങ്കിലൊക്കെ ഡീപ്പ് സ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ളത് ഈ ലൂറിയ നെബ്രാസ്കയൊക്കെയാണ്. ബട്ട് നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റിംഗ് ആൻഡ് മെഷർമെന്റ് അല്ലെങ്കിൽ അസസ്മെന്റ് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അസസ്മെന്റ് ഓഫ് സൈക്കോളജി ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്, ഈ ലൂറിയ അല്ലെങ്കിൽ ഐ മീൻ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഫോർമുല ഇസ് അപ്ലൈഡ് ടു ടെസ്റ്റ് ഹൂസ് items are scored in dichotomous ആയിരിക്കും, ഡിസ്കോട്ടോമസ് എഴുതിയ dichotomous fashion such as right or wrong, due to true or false, etc. So the options are like split half formula, Cronbach's alpha, Spearman Brown formula, KR20. ഇവിടെ ഉത്തരം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KR20 ആണ്. അത് കുഡർ ആൻഡ് റിച്ചാർഡ്സൺസ് എന്ന് പറയുന്നതാണ് വരുന്നത്. ദെൻ ഇതിന്റെ സ്പ്ലിറ്റ് ഹാഫ് എന്തിനാണ് യൂസ് ചെയ്യാന്നൊക്കെ നമുക്കറിയാം. ദെൻ ക്രോൺബാച്ച് നമുക്കറിയാം, ഒരു ലൈക്കർട്ട് സ്കെയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്പർ ഓഫ് ഐറ്റത്തിന്റെ ചേഞ്ചസിനൊക്കെ നോക്കാനാണ് എന്ത് ചെയ്യുന്നത്, സ്പിയർമാൻ ബ്രൗൺ ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ അത്രയാണ്. അപ്പം KR20 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ഐ തിങ്ക് ഇതിനകത്ത് ഞാൻ ഉത്തരം ഇതിന് തന്നെ മാർക്ക് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ക്രേക്ക് ആൻഡ് ലോക്കാർട്ട് ലെവൽ ഓഫ് പ്രോസസിംഗ് മോഡൽ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് വിൽ ബി ദ ബെസ്റ്റ് മെമ്മറി? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് എന്നുള്ളത് വരുമ്പം നമുക്ക്
നോക്കുന്ന സമയത്ത് മനസ്സിലാവും. 4 ഓപ്ഷൻസ് ഉണ്ട്, ഓൾറെഡി ആൻസർ അതിനകത്ത് കാണുന്നുണ്ട്, ബട്ട് നിങ്ങളൊന്ന് ഗസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വേർഡ് റെക്കഗ്നൈസ്ഡ് ആസ് ഹാവിംഗ് 5 ലെറ്റേഴ്സ്. അത് എന്താ ഒരു വേർഡ് നമുക്ക് എന്താണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ബെസ്റ്റ് മെമ്മറി ഏതായിരിക്കും എന്നാണ്. 5 അക്ഷരങ്ങൾ ഉള്ളത് മാത്രമാണോ? അല്ല. വേർഡ് റെക്കഗ്നൈസ്ഡ് ബൈ നമ്പർ ഓഫ് വേർഡ്സ്. ഇല്ല. വേർഡ് അനലൈസ്ഡ് ഫോർ ഇറ്റ്സ് മീനിങ്. ഓൾ ദ വേർഡ്സ് വിൽ ബി ഈക്വലി റിമെമ്പേർഡ്. അല്ലല്ലോ, ഓൾ ദ വേർഡ്സ് എന്തായാലും ഈക്വലി റിമെമ്പേർഡ് ആയിരിക്കില്ല. അപ്പം മീനിങ് ഇൻഡെപ്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ആര് പറയുന്നത്, ക്രൈക്ക് ആൻഡ് ലോക്കാർട്ടിന്റെ ലെവൽ ഓഫ് പ്രോസസിംഗ് മോഡലിനകത്ത് പറയുന്നത്. സോ ദ വേർഡ് അനലൈസ്ഡ് ഫോർ ഇറ്റ്സ് മീനിങ് എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഓർത്ത് വെക്കുക. ഇതിനകത്ത് ഇതുപോലെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ആൻസർ ചെയ്ത സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ വേറെ വന്നില്ല, സോറി. സോ അക്കോർഡിംഗ് ടു സ്റ്റേൺബർഗ്സ് ഹൈറാർക്കി, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് സ്റ്റേൺബർഗ്സ് ഹൈറാർക്കി തിയറി ഓഫ് ഇന്റലിജൻസ്. പീപ്പിൾ ഹൈ ഓൺ ഡാഷ് ഡയമെൻഷൻ യൂഷ്വലി എക്സൽസ് ഓൺ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഓഫ് അക്കാഡമിക് പൊട്ടൻഷ്യൽസ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാണ്. അപ്പൊ സെയിം ആൻസർ വരുന്ന, അതല്ലെങ്കിൽ സെയിം ഒരു ക്വസ്റ്റ്യനെ അറിയുന്ന ആൾക്ക് തന്നെ ആൻസർ ചെയ്യാവുന്ന സെയിം എക്സാക്ട്ലി ഫ്രം ദ സെയിം തിയറി സെയിം ക്വസ്റ്റ്യൻ അല്ലെ വന്നു. അപ്പം നോക്കി നോക്കിയേ, നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു, അതായത് അനലിറ്റിക്കൽ ഓർ കോമ്പണൻഷ്യൽ എന്നുള്ളത് എക്സ്പെരിമെന്റൽ, എക്സ്പീരിയൻഷ്യൽ അല്ലെങ്കിൽ കോണ്ടക്ച്വൽ എന്നൊക്കെ പറയുമ്പോൾ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഡെയിലി ലൈഫിനെ ടാക്കിൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു സംഭവമായിട്ട് മാറും. സോ ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. സോ contralateral neglect is often associated with large lesion on the right. അല്ലെ, എന്താണ് കോൺട്രാലാറ്ററൽ നെഗ്ലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇൻവോൾവ്സ് എ ഡെഫിസിറ്റ് ഇൻ അറ്റൻഷൻ പെയ്ഡ് ടു വൺ സൈഡ് ഓഫ് ദ വിഷ്വൽ ഫീൽഡ്, യൂഷ്വലി ദ സൈഡ് ദാറ്റ് ഈസ് കോൺട്രാലാറ്ററൽ ടു ഡാമേജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു സൈഡ് ഓഫ് വിഷ്വൽ ഫീൽഡിലേക്കുള്ള ഒരു അറ്റൻഷന്റെ ഡെഫിസിറ്റിനൊക്കെയാണ് എന്ത് പറയുന്നത്, നമ്മള് ഈ കോൺട്രാലാറ്ററൽ അല്ലെങ്കിൽ നെഗ്ലക്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പം ഈ ഒരു വിഷ്വൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓക്സിപിറ്റൽ അല്ലെ, ഓക്സിപിറ്റൽ ആണ് എന്ത് വിഷ്വൽ ഫീൽഡിനെ ഇതാക്കുന്നെങ്കിൽ പോലും ഇവിടെ ഏതിൽ വരുന്ന ഒരു അബ്നോർമാലിറ്റി ആണ്, പറൈറ്റൽ ലോബിൽ വരുന്ന ഒരു അബ്നോർമാലിറ്റി ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ ചില പാർട്സ് ഓഫ് ഫിസിയോളജി ഒരു ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിഗർ ഔട്ട് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ഫോളോവിങ് 2, 4, 3 and 7 മീൻ 4 ആണ് അല്ലെ. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ മീൻ ആണ്. അതായത് ഈച്ച് പാർട്ടിസിപ്പൻസിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് മീൻ എന്നുള്ള ഡീവിയേഷൻ ഓഫ് പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാണ്ടാവും, സിഗ്മ ഇസ്കൽ ടു റൂട്ട് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓർ മ്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ അല്ലെ. മ്യൂ തന്നെയാണ് എന്ത് എക്സ് ബാർ അല്ലെങ്കിൽ മീനിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നും ഇതാക്കിയിട്ടുള്ള കുറച്ചിട്ടുള്ള ഹോൾ സ്ക്വയർ വാല്യൂ വരുന്നത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ എന്തായാലും നിങ്ങൾക്ക് CUETക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെയുള്ള ചെറിയ 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 ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. ഇപ്പം ഈ ചില സമയങ്ങളിൽ എന്ത് വരാറുണ്ട്, 2, 4, 3, 7 തന്നെ മീൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മീൻ, മോഡ്, മീഡിയൻ ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ധാരണ ഇല്ലാത്ത ഒരാൾ ചിലപ്പം മീഡിയൻ കണ്ടുപിടിക്കും മീനിന് പകരം. ചിലപ്പം ഇപ്പം 1, 5, 7, 9, 11 5 ക്വസ്റ്റ്യൻ തന്നു, എന്നിട്ട് ഇതിനകത്ത് നമ്മളോട് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ ചിലപ്പോൾ മീഡിയൻ പോയിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ സെൻട്രൽ വാല്യൂവിനെ അടുത്ത് എഴുതും. അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് എക്സാമിന് സമയം ഉണ്ടാവും, സമയത്തിന് നന്നായിട്ട് യൂസ് ചെയ്യുക, ദെൻ ടെൻഷൻ അടിക്കാണ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഇതൊക്കെ ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ, ആ വാല്യൂ ഒന്ന് മനസ്സിലാക്കുക. I mean, ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം, സോറി. Then in classical test theory, the difficult level of item is equivalent to the proportion of examinees in a standardization sample who pass. അതായത് ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ഒരു എക്സാം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റാൻഡർഡൈസേഷൻ സാമ്പിളിൽ, അതായത് എക്സാമിനീസിന്റെ ഒരു ഇക്വലന്റ് ഒക്കെ ആയിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ IRT മോഡൽ കൺക്ലൂഡ്സ് ദാറ്റ് test scores are more reliable for individual average ability and increasingly less reliable for those with high, very high or low ability എന്നാണ് പറയുന്നത്. അതായത് എന്താ ഈ റേറ്റിംഗ് ടെസ്റ്റുകളിലൊക്കെ പറയുന്നത് നമ്മുടെ അതായത് ഒരു ഹയർ എബിലിറ്റി ഉള്ള ആള് എന്ത് ചെയ്യും, ചിലപ്പം പെർഫോമൻസ് കുറയാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ എന്താ ഒരു
ഒരു ഹയർ എബിലിറ്റി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് നേരത്തെ ഒരു തിയറിയിൽ പറഞ്ഞു, അതായത് ഹയർ സംഭവം, ഹയർ പ്രൈസിൽ ഉണ്ടെന്നും കരുതിയിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും, ആൻസൈറ്റി ഒക്കെ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അതും എന്താണ്, ഈ രണ്ട് തിയറിയും എന്താണ്, ഇത് തന്നെയാണ് പറയുന്നത്. സോ രണ്ടും എന്താണ്, ബോത്ത് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, sorry, which of the following major areas are the areas of assessment in മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ? സോ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ? നമ്മളൊരു ഒരു തെറാപ്യൂട്ടിക് സെഷൻ കഴിഞ്ഞ്, ഐ മീൻ ഒരു ട്രീറ്റ്മെന്റ് സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ സ്റ്റാറ്റസിനെ എക്സാമിൻ ചെയ്യാനും, അതുപോലെ ചില സമയങ്ങളിൽ ഇപ്പം വരുന്ന പേഷ്യന്റിനെ എടുക്കുന്ന കേസ് സ്റ്റഡി, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയണ്ടാവും. അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ദെൻ മെയിൻലി ഇവിടെ ഇപ്പം 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ചോദ്യം വന്നിട്ടുള്ളത് മേജർ ഏരിയാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മെയിൻലി ഇതിനകത്ത് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന് 5 പാർട്ടായിട്ട്, അതേപോലെ തന്നെ 8 പാർട്ടായിട്ട്, അങ്ങനെ രണ്ട് ഇതുകളുണ്ട്. 5 പാർട്ടായിട്ട് തിരിക്കുമ്പോൾ ജനറൽ അപ്പിയറൻസ്, ഇമോഷൻസ്, തോട്ട്സ്, അതുപോലെ തന്നെ കൊഗ്നീഷൻ, ജഡ്ജ്മെന്റ്, ഇങ്ങനെ 5 എണ്ണമായിട്ട് തിരിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ചില ഇതിനകത്ത് പറയുന്നത് 8 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ജനറൽ അപ്പിയറൻസ്, ഇമോഷൻസ്, അതുപോലെ തന്നെ എന്താണ്, മൂഡ് എഫക്ട്, തോട്ട്, അതുപോലെ പെർസെപ്ഷൻ, കൊഗ്നീഷൻ, ജഡ്ജ്മെന്റ്, ഇങ്ങനെ ജഡ്ജ്മെന്റ് ആൻഡ് ഇൻസൈറ്റ്, ഇങ്ങനെ 8 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഈ ഒരു സംഭവത്തിനകത്ത് ഇപ്പം മേജർ ആണ് ചോദിച്ചത്. ഓരോ ഓരോ ഓപ്ഷനിലും 3 എണ്ണമാണ് വരുന്നത്. ദെൻ നമുക്ക് ഓൾറെഡി അറിയാം എന്ത്, കൊഗ്നിറ്റീവ് ആൻഡ് മെമ്മറി ഫങ്ഷൻസ് അല്ലെ? കൊഗ്നിറ്റീവ് ആൻഡ് മെമ്മറി ഫങ്ഷൻസ് എന്തുണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ എന്ത് വരുന്നുണ്ട്, ഇമോഷണൽ ഫങ്ഷൻ അല്ലെ? നമ്മൾ പറഞ്ഞു ഇമോഷൻസ് എന്നുള്ളത് എന്തുണ്ട്, ഒരു മേജർ ഏരിയ ഓഫ് MSc ആയിട്ട് പറയുന്നുണ്ട്. ദെൻ എന്ന് പറയുന്നത് സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ? ഇത്രയും പാട്ടാണ്. ഈ ഫിസിക് എന്താണ്, ജനറൽ അപ്പിയറൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. പെർസെപ്ഷൻ എറർ അല്ലെങ്കിൽ ഇലൂഷൻ, ഹാലുസിനേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ പെർസെപ്ഷന്റെ അല്ലെങ്കിൽ തോട്ട്സിന്, 5 എണ്ണമായി തിരിക്കുമ്പോൾ തോട്ട്സിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ പെർസെപ്ഷന്റെ അണ്ടറിൽ വരുന്ന സബ് ഹെഡിങ്സ് ആണ്. സോ മേജർ ഏരിയാസ് എന്ന് പറയുന്നത് ഈ 3 എണ്ണമാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, അറേഞ്ച് ദ സ്റ്റെപ്പ് ഓഫ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ഇൻ കറക്റ്റ് സീക്വൻസ് അല്ലെ? ടെസ്റ്റ് കൺസ്ട്രക്ഷൻ, ഇതും എന്താണ്, ടെസ്റ്റ് അല്ലെങ്കിൽ റിസർച്ച്, അസസ്മെന്റ്, ആ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഒരു ഏരിയ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ട് ഓഫ് സംഭവമാണ്. ഐ മീൻ എക്സാമിന്റെ ഒരു അത്യാവശ്യം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അതും എന്ത് ചെയ്യാം, ഒന്ന് കാര്യമായിട്ട് നോക്കുക. റിവൈസിങ് ദ ടെസ്റ്റ്, അതുപോലെ തന്നെ കൺസ്ട്രക്ടിങ് ദ ഐറ്റം, സെലക്ടിങ് എ സ്കെയിൽ മെത്തേഡ്, ടെസ്റ്റിംഗ് ദ ഐറ്റം, ഡിഫൈനിങ് ദ ടെസ്റ്റ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എല്ലാം ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യേണ്ടി വരും, ഡിഫൈൻ ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ, ഡിഫൈനിങ് ദ ടെസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, നമുക്ക് ഓപ്ഷൻസ് നോക്കാം അല്ലെ? നെക്സ്റ്റ് വൺ എന്താണ് വരിക, സെലക്ടിങ് എ സ്കെയിൽ മെത്തേഡ്. എന്ത് ചെയ്യും, സ്കെയിൽ മെത്തേഡിന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ദെൻ അടുത്തത് എന്താണ്, കൺസ്ട്രക്ടിങ് ദ ഐറ്റം. ഇതിനകത്ത് എന്താണ്, പിന്നെ എന്ത് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്യണം. ബാക്കി വരുന്ന 3 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട്, ടെസ്റ്റിംഗ് ഐറ്റം, എന്താ, അതുപോലെ തന്നെ റിവൈസിങ് ദ ടെസ്റ്റ് ആണ്. അപ്പം കൺസ്ട്രക്ട് ചെയ്താലേ ഉള്ളൂ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക, ടെസ്റ്റ് ചെയ്താലേ ഉള്ളൂ റിവൈസ് ചെയ്യാൻ പറ്റുക. അപ്പം എന്താണ് വരിക, കൺസ്ട്രക്ടിങ് ദ ടെസ്റ്റ്, അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ദ ഐറ്റം, റിവൈസിങ്. ഓക്കെ. അപ്പം അത് ജസ്റ്റ് സിമ്പിൾ ആണ്, ഒന്ന് ആലോചിച്ച് വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഗിവൻ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വരുന്നത്. മോസ്റ്റ് എംപിരിക്കലി സപ്പോർട്ടഡ് ട്രീറ്റ്മെന്റ് ആർ സൈക്കോഡൈനാമിക് ഓർ ഹ്യൂമനിസ്റ്റിക് ആണോ? ഇല്ല. കാരണം ഹ്യൂമനിസ്റ്റിക് എന്തല്ല, ഒരു ലീസ്റ്റ് സയന്റിഫിക് ആൻഡ് മോസ്റ്റ് ഒരു ഫിലോസഫിക്കൽ സംഭവമാണ് അല്ലെ? അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ്. Then, as it is, randomized controlled trials are regarded as the gold standard in psychotherapy research. അല്ലെ? അപ്പൊ എന്താണ്, സൈക്കോതെറാപ്പി റിസർച്ചിനകത്ത് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് എന്താണ്, ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് അല്ലെ? ബട്ട് എന്താ, സൈക്കോതെറാപ്പി ആണെങ്കിലോ എന്താ വരിക, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് വരിക. അതുപോലെ തന്നെ മോസ്റ്റ് എംപിരിക്കലി സപ്പോർട്ടഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്. കാരണം ഒരാളുടെ കൊഗ്നീഷനിലുള്ള, അയാളുടെ തോട്ടിലുള്ള, അയാളുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സിലുള്ള മാലഡപ്റ്റീവ് അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രശ്നങ്ങളാണ് ഒരാളുടെ അബ്നോർമാലിറ്റീസിലേക്ക് നയിക്കുന്നതും അതിനെ ട്രീറ്റ് ചെയ്യുന്നതിലൂടെ, അതിനെ റീസ്ട്രക്ചർ ചെയ്യുന്നതിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ കഴിയുന്നതാണ് പറയുന്നത് CBT പറയുന്നത്.
നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പേഷ്യന്റ് ഒരു ക്ലയന്റിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് CBTന്റെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ മോസ്റ്റ് എംപിരിക്കലി സപ്പോർട്ടഡ് ആയിട്ടുള്ളതും ആ ഒരു CBT തന്നെയാണ്. സോ ദ ബോത്ത് സ്റ്റേറ്റ്മെന്റ് സോറി ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ എന്നുള്ളതാണ്. അത് മാർക്ക് ചെയ്തപ്പം മാറിപ്പോയതാണ്. സോ സോറി. സോ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് വൺ. Why symbol is used? Sorry, which symbol is used to one second. Okay. Which symbol is used to indicate unusual detail in Rorschach scoring criteria based on external system of scoring എന്നാണ്. ഇതും ഇതാണ് ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടിട്ടുള്ളതിൽ വളരെ ഇൻത്തുന്ന വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം റോഷാക്കിന്റെ ഈ അൺയൂഷ്വൽ ഡീറ്റെയിലിങ്ങിനൊക്കെ സിമ്പൽ യൂസ് ചെയ്യാൻ ഒരുപാടുണ്ട്. കോമൺലി നിങ്ങൾക്ക് അറിയണ്ടാവും, ഒരു റോഷാക്ക് ടെസ്റ്റ് യൂസ് ചെയ്യുക, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് അത് യൂസ് ചെയ്യാൻ തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണം, അങ്ങനെയുള്ള ചില ഇതുകളൊക്കെ ഉണ്ട്. ദെൻ നോർമലി അത് നമ്മൾ അങ്ങനെ കൂടുതൽ പഠിക്കുന്നതൊന്നും അല്ല. സോ എന്നിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡീറ്റെയിൽഡ് എന്ന് വന്നിട്ടുണ്ട് ഇതിനകത്ത്. DD എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പം ജസ്റ്റ് അതിനകത്ത് എനിക്ക് തോന്നുന്നു 20-ൽ കൂടുതൽ, ഏകദേശം 30-ന്റെ അടുത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്ത് ചെയ്യാ, നിങ്ങൾ അതൊക്കെ ഒന്ന് 30 ആ ഒരു റേഞ്ചിലുണ്ട്. അപ്പം എന്ത് ചെയ്യാ, അത്ര ഒന്ന് ജസ്റ്റ് നോക്കി പോവാ, ചിലപ്പം നമുക്ക് കിട്ടാനും മതി. അതൊന്നും ഇനിയും ചോദിക്കുമെന്ന് അറിയില്ല. ബട്ട് ചോദിച്ചതിൽ വെച്ച് ഈ പേപ്പറിലുള്ളതിൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി, ഒന്നുകൂടെ ഇൻഡെപ്ത് ആയിട്ട് തോന്നിയത്. ഓക്കെ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് schizophrenic patients with positive symptoms have a better prognosis for recovery than those these with നെഗറ്റീവ് സിംറ്റംസ് എന്നാണ് പറയുന്നത്. അതായത് പോസിറ്റീവ് സിംറ്റം ഉള്ളവർക്ക് എന്തുണ്ടാവും, ഒരു ബെറ്റർ പ്രോഗ്നോസിസ് ഫോർ റിക്കവറി എന്നാണ് പറയുന്നത്. അതായത് പ്രോഗ്നോസിസ് ഒക്കെ ഞാൻ പറഞ്ഞു, അതായത് അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബേസിക് ടേംസുകളൊക്കെ പഠിക്കുക, അതായത് ഒരു പ്രഡിക്ഷൻ ഒക്കെ പറയുന്നു. Then the dopamine hypothesis is states that schizophrenia is produced by an undersupply of this neurotransmitter. But എന്തല്ല ഡോപ്പാമിൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്, അതല്ല പറയുന്നത് എക്സസ് ഡോപ്പാമിന്റെ അളവാണ് സ്കിസോഫ്രീനിയക്ക് കാരണമാണെന്നൊക്കെ പറയണം. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ദെൻ നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ കോമൺ ഒബ്സെഷൻ. കോമൺ ഒബ്സെഷൻസ് ആണ് താഴെ പറയുന്നതെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് കണ്ടാമിനേഷൻ ഉണ്ട്, എക്സസീവ് ചെക്കിംഗ് ഉണ്ട്, പെർഫെക്ഷനിസം, ഹോർഡിങ്, അൺവാണ്ടഡ് സെക്ഷൽ തോട്ട്സ്. അപ്പൊ ഒബ്സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കറന്റ് ആയിട്ടുള്ള എന്താ ഒരു തോട്ട്സ് ആണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് തോട്ട്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? കണ്ടാമിനേഷൻ. എക്സസീവ് ചെക്കിംഗ് എന്താണ്, ഒരു ആക്ട് ആണ് അല്ലെ. ദെൻ പെർഫെക്ഷനിസം ഒരു ആക്ട് ആണ്. അതുപോലെ തന്നെ എന്താ നമ്മുടെ പെർഫെക്ഷനിസം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പെർഫെക്ഷനിസം ഓപ്ഷനിൽ വരുന്നുണ്ട്. ദെൻ കോഡിങ്, ദെൻ അൺവാണ്ടഡ് സെക്ഷൽ തോട്ട്സ്. ഇതാണ് എന്ത് വരുന്നത്. സോ AC, അതുപോലെ തന്നെ അൺവാണ്ടഡ് സെക്ഷൽ തോട്ട്സ് അല്ലെ. പെർഫെക്ഷനിസം എന്തായിട്ട് വരാം, ഇങ്ങനെ ഒരു ഒബ്സസ്ഡ് ആയിട്ട് വരാം. ബട്ട് എക്സസീവ് ചെക്കിംഗ് പറയുമ്പോൾ എന്താണ്, അതായത് കോമൺ ഒബ്സഷൻ അല്ല. ഓക്കെ. ബട്ട് ഒരു കോമൺ ഒബ്സഷൻ ആയിട്ട് വരുന്നത് പെർഫെക്ഷനിസം, അതുപോലെ തന്നെ അൺവാണ്ടഡ് സെക്ഷൽ തോട്ടും കണ്ടാമിനേഷനും ആണ്. കോഡിംഗ് ബിഹേവിയർ ഒക്കെ അറിയാമല്ലോ അല്ലേ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ. ദെൻ ഇൻഡിക്കേറ്റ് ദ തെറാപ്യൂട്ടിക് ടെക്നിക് ദാറ്റ് ആർ ബേസ്ഡ് അപ്പോൺ പ്രിൻസിപ്പിൾ ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. താഴെ പറയുന്നതിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടുള്ള തെറാപ്യൂട്ടിക് ടെക്നിക്സ് ആണ് ചോദിക്കുന്നത്. അതിനകത്ത് അവേർഷൻ തെറാപ്പി അല്ലെ. അവേർഷൻ തെറാപ്പി നിങ്ങൾക്ക് അറിയണ്ടാവും. അവേഴ്സീവ് സ്റ്റിമുലസ് കൊടുത്തിട്ട് നമ്മളെ ഒരു അവേഴ്സീവ് ഒരു അൺപ്ലസന്റ് ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ് അവേഴ്സീവ് തെറാപ്പി. ദെൻ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോക്കൺ എക്കണോമിക്സ്. ടോക്കൺ എക്കണോമി എന്തല്ല, അപ്ലൈഡ് ബിഹേവിയർ അവേഴ്സൺ തെറാപ്പി എന്താണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ് എന്തല്ല, ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ല. ടോക്കൺ എക്കോണമി എന്ന് പറയുന്നത് ഓപ്പറൻ കണ്ടീഷനിങ് ആണ്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ നിങ്ങൾക്ക് അറിയാലോ. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ, അത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ അണ്ടറിലാണ്. ദെൻ ഫ്ലഡിങ് എന്താണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. സോ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ADE വരുന്നത് ഓപ്ഷൻ 3 അല്ലെ. ദെൻ നെക്സ്റ്റ് വൺ, സോറി ഇതിനകത്തു ഞാൻ ആൻസർ ആണ് നേരെ അടയാളപ്പെടുത്തിയത്, അത് എന്റെ മിസ്റ്റേക്ക് ആയിപ്പോയി. ഓക്കെ, സോറി. So many people who suffer recurrent panic attacks develop agoraphobia because they fear they will have an attack in public. അഗോറോഫോബിയ ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, പേടിക്കുന്നു പാനിക് അറ്റാക്സ് പബ്ലിക്കിൽ ഉണ്ടാവുക എന്നുള്ളത്.
അത് ശരിയാണ്. ദെൻ പാനിക് അറ്റാക്ക് ക്യാൻ ഓൾസോ ഒക്കർ ഡ്യൂറിങ് സ്ലീപ്പ് അല്ലെ? എന്ത് ചെയ്യാൻ ഡ്യൂറിങ് സ്ലീപ്പിൽ പാനിക് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. സോ അത് രണ്ടും ശരിയാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇന്റർവ്യൂയിങ് സ്കിൽ ഈസ് ഇന്റൻഡഡ് ടു ഹെൽപ്പ് ക്ലൈൻസ് ചേഞ്ച് ദയർ സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയേഴ്സ് അല്ലെ? ഇതിനകത്ത് ഏതാണ് ക്ലൈൻസിനെ എന്താ സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയറിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം വരുന്നത് ഡിസ്പ്യൂട്ടിംഗ് ആണ്. അതായത് എന്ത് ചെയ്യുക, ഒരു ഡിസ്പ്യൂട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെ എന്ത് വരും, സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയറിനെ ഇതാക്കും. Then next one, which among the following is a type of closed-ended question in clinical interview? Then the closed-ended question എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പൺ എൻഡഡ് എന്താണെന്നുള്ളത് അറിയാലോ. ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ പ്രതീക്ഷിച്ചിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓപ്പൺ എൻഡഡ്. ക്ലോസ്ഡ് എൻഡഡ് യെസ് ഓർ നോ, അല്ലെങ്കിൽ ഫാൾസ്, ട്രൂ ഓർ ഫാൾസ്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനെ രണ്ട് ഓപ്ഷൻ മാത്രം വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു നമ്പർ ഓഫ് ഓപ്ഷൻസ് കൊടുക്കുന്നതിനാണ് ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറയുന്നത്. നോട്ട് രണ്ട്, അങ്ങനെ വരുന്ന ഓപ്ഷൻ. ഓക്കെ, സോ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ടെൽ മീ അബൌട്ട് യുവർ പ്രോബ്ലം അല്ലെ? ഒരാൾ എന്താണ് യെസ് ഓർ നോ എന്നാണ് പറയാ അല്ല, എന്ത് ചെയ്യും, ആള് പ്രോബ്ലം പറയും. സോ അതെന്തല്ല, ക്ലോസ്ഡ് എൻഡഡ് അല്ല, ഇൻസ്റ്റഡ് അത് എന്താണ്, ഒരു ഓപ്പൺ എൻഡഡ് ആണ്. വാട്ട് കൈൻഡ് ഓഫ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഡു യു പ്രിഫർ? എന്ത് കൈൻഡ് ഓഫ് റിക്രിയേഷണൽ ആക്ടിവിറ്റി ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? അതൊരു ക്ലോസ്ഡ് എൻഡഡ് അല്ല. ദെൻ വാട്ട് കൈൻഡ് ഓഫ് കാർസ് ഡു യു ലൈക്ക് അല്ലെ? വാട്ട് കൈൻഡ് ഓഫ് കാർസ്, ഡു യു ലൈക്ക് കാർസ് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് യെസ് ഓർ നോ. ഇവിടെ എന്താണ്, വാട്ട് കൈൻഡ് ഓഫ് കാർസ് ഡു യു ലൈക്ക് എന്നല്ല, ക്ലോസ്ഡ് എൻഡഡ് അല്ല. ദെൻ ഈസ് യുവർ ഫാദർ ഈസ് സ്ട്രിക്റ്റ് അല്ലെ? യെസ്, ഹിയർ എന്താണ്, അതൊരു ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ, അതാണ് ഉത്തരം വരുന്നത്. സോ ഈസ് യുവർ ഫാദർ ഈസ് സ്ട്രിക്റ്റ്. Then a random symbol in next question, a random symbol in which two or more subsample are represented according to some predetermined proportion, generally in the same proportion as they exist in the population, is called dash sampling. അല്ലെ? അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, എനി വൺ ക്യാൻ ബി എ പാർട്ട് ഓഫ് അല്ലെ? ദർ ആർ ചാൻസസ് ഫോർ എനി വൺ ക്യാൻ ബി എ പാർട്ട് ഓഫ് ദി research, or the can be a member of subject, right? Subjective group or sample size, sample group. Okay. Then the next one, cluster. Cluster ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ക്ലസ്റ്ററുകളാക്കിയിട്ട് അതൊന്നും ഒരു ക്ലസ്റ്റർ എടുക്കുന്ന പരിപാടിയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ബട്ട് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ അങ്ങനെയൊക്കെ ബേസിൽ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സ്ട്രാറ്റാസ് ഫോം ചെയ്യുന്നു. ദെൻ ഓരോ സ്ട്രാറ്റേന്ന് എടുക്കുന്നത്. സോ എന്താണ്, റാൻഡം സാമ്പിൾ ഇൻ വിച്ച് two or more subsamples are represented according to the some predetermined proportion എന്ന് വരുമ്പോൾ എന്തായി, പ്രീഡിറ്റർമിൻഡ് പ്രൊപ്പോർഷൻ ആകുമ്പോൾ എന്തായി, അത് സ്ട്രാറ്റിഫൈഡ് ആയി. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, സിസ്റ്റമിക് സാമ്പിളിംഗ്. സിസ്റ്റമിക് സാമ്പിളിംഗ് എന്താണ്, സിസ്റ്റമിക് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം സിമ്പിൾ റാൻഡം സാമ്പിളിംഗിന്റെ പോലെ തന്നെ ഒരു 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 പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുന്നു. ദെൻ ഈച്ച് ഇന്റർവ്യൂവിൽ കഴിഞ്ഞിട്ടുള്ള പാർട്ടിസിപ്പന്റിനെ നമ്മൾ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻഡിവിജ്വൽ വിത്ത് പാരനോയിഡ് പേഴ്സണാലിറ്റി ടെൻഡ് ടു ബി ഗ്രാൻഡ്യൂസ്, അൺടൈറ്റിൽഡ് ആൻഡ് സെൽഫ് സെന്റേർഡ്. Then statement 2 എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ വിത്ത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആർ അലൂഫ്, ഇമോഷണലി കോൾഡ്, ഡിസ്പ്ലേ അൺജസ്റ്റിഫൈഡ് സസ്പീഷ്യസ്നെസ്, ജലസി ആൻഡ് ഫിയർ ഓഫ് ഇന്റിമസി അല്ലെ? അപ്പം ഇവിടെ നമുക്ക് ഒരു ഡൗട്ട് വരാം. ബട്ട് ഈ ഒരു ഡിസ്പ്ലേ അൺജസ്റ്റിഫൈഡ് സസ്പീഷ്യസ്നെസ് അത് ഇതിലല്ല വരണ്ടേ, നാർസിസ്റ്റിക്കിലല്ല വരണ്ടേ, അത് പകരം ഇതിലാണ് വരുന്നത്, പാരനോയിഡ് പേഴ്സണാലിറ്റിയിലാണ് വരുന്നത്. സോ ഇവിടെ എന്താണ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ false. Okay. Then next one, facial feedback hypothesis indicates that emotional states can produce change in facial expression. അതായത് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് എന്താണ് പറയുന്നത്, ഇമോഷണൽ സ്റ്റേറ്റ് ഫേഷ്യൽ ചേഞ്ചുകൾ വരുത്താമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ശരിയാണോ? അല്ല. പകരം എന്താണ്, ഫേഷ്യൽ ഫീഡ്ബാക്ക് തിയറി എന്താ പറയുന്നത്, ഫേഷ്യൽ എക്സ്പ്രഷൻസിന് എന്ത് ചെയ്യാം, ഇമോഷണൽ ചേഞ്ചസിനെ വരുത്താനുള്ള കഴിവുണ്ട്. അതല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്ത് ചെയ്യും, ഇമോഷൻസിനെ ചേഞ്ചസ് വരുത്തുന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം എന്താണ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ്. ജെയിംസ് ലാങ് തിയറി ഓഫ് ഇമോഷൻ സജസ്റ്റ് ദാറ്റ് സബ്ജക്റ്റീവ് ഇമോഷണൽ എക്സ്പീരിയൻസ് ആർ ആക്ച്വലി ദ റിസൾട്ട് ഓഫ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് വിത്തിൻ അവർ ബോഡീസ്. എന്താണ് പറയുന്നത്, ജെയിംസ് ലാങ് തിയറി പറയുന്നത് സബ്ജക്റ്റീവ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്, ബോഡിയിൽ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് കാരണമാണ്
എന്താ ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് എന്ന് ജെയിംസ് ലാങ് പറയുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ആണല്ലേ? ആണ്. സോ ദ ആൻസർ ഈസ് സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ട്രൂ. സോ അതാണ് ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത്. ദെൻ കനൻബാർഡ് പറയുന്നത് സൈമൾട്ടേനിയസ് ആവും എന്നുള്ള ഒരു ചേഞ്ചും കൂടെ ആലോചിച്ച് നോക്കുക. സോ ഐ തിങ്ക് ഇത്രയാണുള്ളത് ക്വസ്റ്റ്യൻസ്. CUT 2023 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ താങ്ക് യു.